യൂണിറ്റ് 5 ചാപ്റ്റർ 2 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏതാണ് ചാപ്റ്റർ? മെർച്ചന്റ് ഓഫ് വെനിസ്. നമ്മൾ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് വെനീസിലെ വ്യാപാരി. അതിൽ ഭയങ്കര ക്രുക്കഡായ ഒരു വ്യാപാരിനെ നമ്മൾ കാണാം അല്ലേ? മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. സെയിം വേ ആണ് ഇതിലൊരു വളരെ കണ്ണിങ്ങും ക്രുക്കഡായിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷെ നമ്മുടെ മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞ ആള് അത്യാവശ്യം നല്ല സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ 2 മെർച്ചൻസിനെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുത്തി തരുന്നത്. അതിൽ ഏത് മെർച്ചൻ്റ് ആണ്, ഏത് വ്യാപാരിയാണ് നല്ലതെന്ന് നിങ്ങൾക്കറിയാം. ഈ കഥ ഒരുപാട് വളരെ ഫേമസ് ആയ ഒരു സ്റ്റോറിയാണ്. ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിനെയും ലവിനെയും ഒക്കെ തീമാക്കിയിട്ട് വരുന്ന ഒരു സ്റ്റോറിയാണ്. മാത്രമല്ല ഇത് എഴുതിയിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആരാന്ന് ഗസ് ചെയ്യാവോ? വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേ ആണിത്. അപ്പോൾ നമുക്കറിയാലോ വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത് ആക്ച്വലി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ തന്നെ ഒരു വലിയ പ്രീ എമിനൻറ്റ് ഓഥറാണ്. മനസ്സിലായോ? നമുക്കൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അത്രയും റൈറ്റിങ്സും പ്ലേസും ഡ്രാമാസും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഓഥറാണ്. നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേസും ഡ്രാമാസും ഒന്നും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഈസ് വെരി ലോസ് ഫോർ അസ്. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഓരോ സ്റ്റോറീസും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് ദ മെർച്ചന്റ് ഓഫ് വെനിസ് എന്ന് പറഞ്ഞ പ്ലേയിലെ ഒരു സീൻസ് ആണ്. കുറേ ഉണ്ട് സീൻസ്, ആക്ച്വലി വളരെ വലിയൊരിതാണ്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ദ മെർച്ചന്റ് ഓഫ് വെനീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. This is a story that tells the world that the divine quality of mercy is always better than justice. നീതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവികമായ കരുണയാണ് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. അതായത് ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നീതി, അതാണ് നമ്മുടെ എല്ലാവരുടെയും, നമുക്ക് എല്ലായിടത്തും നീതി വേണം. ഒപ്പം നമുക്കൊരിത്തിരി കരുണയും കൂടി ആയാലോ. ഡിവൈൻ ക്വാളിറ്റി, വളരെ ദൈവികമായ ഒരു ക്വാളിറ്റിയാണ് കരുണ എന്ന് പറയുന്നത്. നമുക്കൊരു സഹജീവികളോട് കരുണ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മനസ്സിലായല്ലേ? ചില സമയത്ത് നീതിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടതും കരുണ തന്നെയാണ്. പലപ്പോഴും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല, നമുക്ക് നീതിയാണ് മെയിൻ തിങ് എന്ന് വരാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഡിവൈൻ ക്വാളിറ്റി ഓഫ് mercy is better than justice എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The play is about the aftermath of the rivalry between Shylock, the Jew, and Antonio, the young Christian merchant of Venice. അപ്പോൾ നമ്മുടെ merchant of Veniceലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ആരാണ്? നമ്മുടെ ആന്റോണിയോ ആണ് നമ്മുടെ ക്യാരക്ടർ. ഓക്കെ, ആന്റോണിയോയും ഷൈലോക്കും തമ്മിലുള്ള ഒരു ശത്രുത, മീൻസ് അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, അത് എവിടെ ചെന്ന് അവസാനിക്കുന്നു, അതിൻ്റെയൊക്കെയാണ് ഭാഗം. എന്നിട്ട് അവസാനം ഇതൊരു ക്ലാസിക് കോമഡി ആയിട്ട് മാറുന്നുണ്ട് ഈ കഥ. ഓക്കെ, അപ്പോൾ കുറേ ഭാഗത്ത് കുറേ ശത്രുതയും കുറേ സങ്കടവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒപ്പം ലാസ്റ്റ് ഈ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു കോമഡി. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. റീഡ് ഓൺ ആൻഡ് ഫൈൻഡ് ഹൗ ഗുഡ് ഫൈനലി ട്രൈംസ് ഓവർ ഈവിൾ. നമ്മൾ വായിച്ചിട്ട് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഈവിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ക്രൂരത അല്ലെങ്കിൽ ദുഷ്ടത്തരം എന്നൊക്കെ പറയില്ലേ, അതിനെങ്ങനെയാണ് ഗുഡ് ജയിക്കുന്നത് എന്നാണ്. ഫൈനലി അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. എന്നാലാണല്ലോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളു അല്ലേ? കഥയിലെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് മീൻസ് ഇപ്പോൾ ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒരു മൂവി കാണുമ്പോൾ ഒരു നല്ലൊരു ക്ലൈമാക്സ് ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ലൈഫിലോ നല്ലതൊന്നും കിട്ടുന്നില്ല, മൂവിയിലും കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ബോറിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. സെയിം വേ ആണ് ഈ കഥയിൽ നമുക്കൊരു നല്ലൊരു ക്ലൈമാക്സും നല്ലൊരു എൻഡൊക്കെ ഉണ്ട്. അപ്പോൾ കഥയിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കാം. കാരണം ദ പ്ലേ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അതാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ക്യൂട്ട് ലവ് സ്റ്റോറി ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു എനിമിറ്റി ഉണ്ട്, ശത്രുതയുണ്ട്, ആൻഡ് ഫൈനലി മേഴ്സി ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു സ്റ്റോറിയാണ്. എവറിത്തിങ് ഇസ് ദാറ്റ്. എന്താണ് നിങ്ങൾക്ക് ആവശ്യം ഒരു കഥയിൽ നിന്ന്, അതെല്ലാം തന്നെ ഈ കഥയിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അബൌട്ട് ദ ഓഥർ. ആരാണ് ഓഥർ നോക്കാം. വില്യം ഷേക്സ്പിയർ. ഞാൻ പറഞ്ഞു വില്യം ഷേക്സ്പിയറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്നൊരു സ്റ്റോറിയാണ്, പ്ലേ ആണ് ദ മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞത്. വില്യം ഷേക്സ്പിയർ ജനിച്ചത് 1564 ആൻഡ് 1660 അദ്ദേഹം മരിച്ചു. അപ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ നിന്ന് വളരെ മുന്നിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ഇപ്പോഴും ഒരു ഒട്ടും മാറ്റം കുറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആ കഴിവും കാര്യങ്ങളൊക്കെ ഇല്ലേ. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഓരോ കഥയും രചിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നോക്കാം.
ഹി വാസ് എൻ ഇംഗ്ലീഷ് പോയിറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ആക്ടർ. അപ്പോൾ ഇംഗ്ലീഷ് പോയിറ്റ് ആണ്, കവിതകൾ എഴുതിയിട്ടുണ്ട്, പ്ലേ റൈറ്റ് ആണ്, അപ്പോൾ സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ഒപ്പം നടനും കൂടിയായിരുന്നു. ഹി വാസ് വൈഡ്ലി റിഗാർഡഡ് ആസ് എ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ആസ് എ വേൾഡ്സ് പ്രീ എമിനന്റ് ഡ്രമാറ്റിസ്റ്റ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ നമ്മൾ കണക്കാക്കുന്നത് തന്നെ എങ്ങനെയാണ്, ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്ററാണ്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റൈറ്റേഴ്സിൻ്റെയും നോവൽസും സ്റ്റോറീസും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട് കുറേ. അത് ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം, വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വായിക്കരുത്. അല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷേക്സ്പിയറിൻ്റെ റൈറ്റിങ്സിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസും അതിൻ്റെ സ്പെഷ്യാലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഹി ഈസ് ഓഫൻ കോൾഡ് ദ ബാഡ് ഓഫ് എവൻ, അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഹിസ് വർക്ക് കൺസിസ്റ്റ് ഓഫ് 37 plays, 154 sonnets, 2 narrative poems and a few other verses. The authorship of some of which is uncertain. ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ചില കഥകൾക്ക് ഓതർഷിപ്പ് ഒറിജിനൽ ശരിയാണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്സ് എന്നുള്ളതിൽ നമുക്ക് കണക്കാക്കുന്നത് 37 പ്ലേസ് എഴുതിയിട്ടുണ്ട്, 154 സോണറ്റ്സ് ഉണ്ട്, 2 narrative poems ഉണ്ട് ആൻഡ് ഫ്യൂ വേഴ്സസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായി എന്ന് പറയപ്പെടുന്ന റൈറ്റിങ്സ്. His plays have been translated into every major living language and are performed more often than those of any other playwright. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്ലേസ്, നാടകങ്ങൾ അല്ലെങ്കിൽ ഡ്രാമാസ് ഒക്കെ എവറി ലിവിങ് ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എവറി ലിവിങ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ലാംഗ്വേജും ലിവിങ് ആണ്. സോ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്ലേസ് ആണ് ഇദ്ദേഹത്തിൻ്റെ. ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്ലേസ് ആണ് കൂടുതലും ഓരോ സ്റ്റേജിലും അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മെർച്ചൻ്റ് ഓഫ് വെനീസിൻ്റെ ഡ്രാമ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഡ്രാമാസ് ഷേക്സ്പിയറിൻ്റെ അവൈലബിൾ ആണ്. Written sometime between 1596 and 1598, The Merchant of Venice is classified as an early Shakespearean comedy. ഞാൻ പറഞ്ഞു, കഥയിൽ കുറേ ട്രാജിക് സീൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ കഥക്ക് അവസാനം അല്ലെങ്കിൽ ഈ കഥയിൽ പറയുന്നത്, ഈ കഥ അറിയപ്പെടുന്നത് തന്നെ ഏർലി ഷേക്സ്പിയറിയൻ കോമഡി എന്ന കാറ്റഗറിയിലാണ് ഈ കഥ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് കോമഡിയിൽ വരുന്നു എന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, The Merchant of Venice. Antonio was a young and honest merchant in the town of Venice. അപ്പോൾ ആന്റോണിയോ ആണ് നമ്മുടെ നടൻ. ആന്റോണിയോ എവിടെയാണ്? വെനീസ് എന്ന നാട്ടിലാണ് ജീവിക്കുന്നത്. വാസ് എ യങ് ആൻഡ് ഹോണസ്റ്റ്, അതാണ് ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ടുള്ള നമുക്ക് ഒരു ക്യാരക്ടർ ഫീച്ചറാണ് കിട്ടിയിരിക്കുന്നത്. യങ് ആണ് അല്ലേ, ചെറുപ്പക്കാരനാണ്, ഒപ്പം സത്യസന്ധനാണ്, യങ്ങും ഹോണസ്റ്റും, പിന്നെന്താണ്, വ്യാപാരി കൂടിയാണ്. ഇൻ ദ ടൗൺ ഓഫ് വെനിസ് ഹി വാസ് ദ കൈൻഡസ്റ്റ് മാൻ എവർ ലിവ്ഡ്. ഓക്കെ, വേറൊരു സവിശേഷത പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വിശേഷണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൈൻഡസ്റ്റ് മാൻ എവർ ലിവ്ഡ്, ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും കരുണയുള്ള മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഓൾവേസ് കെയിം ടു ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ട്രബിൾ. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടത്തിലാണോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ, ആ സമയത്ത് അവരെ സഹായിക്കാൻ എത്തുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? ആന്റോണിയോ ആണെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഹി വാസ് ഗ്രേറ്റ്ലി ലവ്ഡ് ബൈ ഓൾ ഹിസ് ഫെലോ സിറ്റിസൺസ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, എല്ലാവർക്കും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരിക്കും. ആന്റോണിയോ ഹാഡ് എ ബോസം ഫ്രണ്ട് ബസാനിയോ. ഞാൻ ഈ ഒരു വേർഡിൽ, ഈ ബോസം എന്ന വേർഡ് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കേൾക്കും, ബോസം എന്ന് പറഞ്ഞ വേർഡ്. അപ്പോൾ ഇവിടെ ഈ ബോസം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഉറ്റ ചങ്ങാതി എന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വായിച്ചാൽ മാത്രം. ബോസം എന്ന വേർഡിൻ്റെ വാക്ക് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മാറിടം, ചെസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം വരുന്നത്. ബോസം ഫ്രണ്ട് എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉറ്റ ചങ്ങാതി, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ആവും. ഓക്കെ, സോ ബോസം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ബോസം എന്ന വേർഡ് മാത്രം നോക്കി പോകരുത്. ബോസം എന്ന വേർഡിൻ്റെ അർത്ഥം മാറിടം തന്നെയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ബോസത്തിൻ്റെ അർത്ഥം മാറുന്നത് നമ്മൾ കാണും. ഓക്കെ, സോ ഓൾവേസ് ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു 26 ലെറ്റേഴ്സ് കൊണ്ട് എഴുതിയ വലിയൊരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ മീനിങ്സ് ഒക്കെ ഒരുമിച്ച് പോകുമ്പോൾ, ഫ്രേസസ് ഒരുമിച്ച് വരുമ്പോഴൊക്കെ മീനിങ്സ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട്. അപ്പോൾ ആന്റോണിയോയുടെ ബോസം ഫ്രണ്ട് എന്ന് പറയുന്നത്, ബെസ്റ്റ് ഫ്രണ്ട്, ഉറ്റ ചങ്ങാതി എന്ന് പറയുന്നത് ആരാണ്? ബസാനിയോ ആണ്. ഓക്കെ, അപ്പോൾ ആന്റോണിയോ, ബസാനിയോ എന്ന 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. ഹി വാസ് എ നോബൽ വെനീഷ്യൻ, അതാണ് നമ്മുടെ നെക്സ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ എന്താണ് വെനീഷ്യൻ എന്ന് പറയുമ്പോൾ? വീനസിൽ ജീവിക്കുന്ന ഒരു സിറ്റിസനെ വിളിക്കുന്ന പേരാണ്, വെനീസിൽ ജീവിക്കുന്ന ഒരു സിറ്റിസനെ വിളിക്കുന്ന പേരാണ് വെനീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ വെനീഷ്യൻ എന്നാണ് കേട്ടോ. ഹി വാസ് നോട്ട് വെരി റിച്ച്. അപ്പോൾ ബസാനിയോനെ സംബന്ധിച്ച് ബസാനിയോ അധികം പണക്കാരനൊന്നുമല്ല. Okay, he had lived a luxurious life and squandered all the little money he had. എന്താണ്?
ഭയങ്കര ആർഭാടപൂർണമായ ജീവിതമാണ്, ലക്ഷറിയസ് ലൈഫാണ്. അധികം പണക്കാരനല്ല, എന്നിട്ട് പോലും ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെ ലക്ഷറിയസ് ആയിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ് സ്ക്വാണ്ടേർഡ് എന്ന് പറഞ്ഞാൽ പാഴാക്കി. അപ്പോൾ നമുക്ക് ഊഹിക്കാലോ, അധികം സമ്പത്തൊന്നുമില്ല, എന്നിട്ടും ജീവിക്കുന്നത് വളരെ ലാവിഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസയൊക്കെ എന്തായിട്ടുണ്ടാവും, ചെലവാക്കി പാഴാക്കി കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്ക്വാണ്ടേർഡ് ഓൾ ദ ലിറ്റിൽ മണി, കണ്ടോ, ചെറിയ പൈസയെ കയ്യിലുള്ളൂ, അത് മുഴുവൻ എന്താണ്, ദൂർത്തായിട്ട് ലാവിഷായിട്ട് ചെലവാക്കി കളഞ്ഞിട്ടുണ്ട്. വെൻ എവർ ഹി വാണ്ടഡ് മണി ആന്റോണിയോ ഹെൽപ്ഡ്. അപ്പോൾ പൈസ ആവശ്യമുള്ളപ്പോൾ സഹായിക്കാൻ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അല്ലേ, ആന്റോണിയോ ആണ് സഹായിച്ചിരുന്നത്. ഇറ്റ് സീം ദാറ്റ് ദേ ഹാഡ് ബട്ട് വൺ ഹാർട്ട് ആൻഡ് വൺ പേഴ്സ് ബിറ്റ്വീൻ ദം. നോക്കിയേ, എന്ത് നല്ല ഒരു എക്സ്പ്ലനേഷൻ ആണല്ലേ ഓദർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് സീം ദാറ്റ് എന്താണ്, നമുക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ദേ ഹാഡ് വൺ ഹാർട്ട് ആൻഡ് വൺ പേഴ്സ്, ഒരു ഹൃദയവും ഒരു പേഴ്സും ആണ് അവർക്ക് തമ്മിലുണ്ടായിരുന്നതെന്ന്. അതായത് ഒരാളുടെ സ്നേഹം അത്രത്തോളമാണ്, പേഴ്സും അതുപോലെ തന്നെയാണ്. മിക്ക ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് കാണാം ഒരു ഹൃദയമൊക്കെ ആയിരിക്കും, പക്ഷെ പേഴ്സ് ഒന്നും സ്വന്തമായിരിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വൺ ഹാർട്ട് ആൻഡ് വൺ പേഴ്സ് ആണ് ഓദർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത്രത്തോളം ഡീപ്പായിട്ടാണ് അവരുടെ ബന്ധമെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇവിടെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ വൺ പേഴ്സ് എന്ന് പറയുമ്പോൾ ആന്റോണിയോയുടെ പേഴ്സാണ് എപ്പോഴും നിറഞ്ഞിരിക്കുന്നത്, ബസാനിയോയുടെ പേഴ്സ് എപ്പോഴും കാലിയാണെന്നുള്ളതും ശ്രദ്ധേയമാണ് അല്ലേ, കാരണം ലാവിഷാണല്ലോ ആള്. Bassanio loved a girl named Portia, a very wealthy lady living in Belmont. അപ്പോൾ ബസാനിയോക്ക് ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, പേര് പോർഷ്യ എന്നാണ്. എവിടെയാണ് ജീവിച്ചിരുന്നത്, ഭയങ്കര റിച്ച് ആണ് ആള്, ജീവിക്കുന്നത് ബെൽമണ്ടിലാണ്. ബെൽമണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. Her father died some time ago and she was the only heiress to a large estate. അപ്പോൾ എന്താണ്, അപ്പൻ കുറേ നാൾ മുമ്പ് മരിച്ചുപോയി, ആരുടെ, പോർഷ്യയുടെ. അപ്പോൾ ഷീ വാസ് ദ ഒൺലി ഹെയറസ്. ഇത് ഹൈറസ് എന്നും വായിക്കില്ല, ഈറസ് എന്നും വായിക്കുള്ളൂ കേട്ടോ, ഈ ആണ് അവിടെ വരുന്നത്, ഈറസ് ടു എ ലാർജ് എസ്റ്റേറ്റ്. അപ്പോൾ ഒരു ലാർജ് എസ്റ്റേറ്റ് ഉണ്ട്, അതിന് ഹീറസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അവകാശി ആരാണ്, പോർഷ്യയാണ്. പോർഷ്യ ടു ലവ്ഡ് ബസാനിയോ. അപ്പോൾ പോർഷ്യക്കും ബസാനിയോനെ വളരെ ഇഷ്ടമായിരുന്നു. നൗ ഹി തോട്ട് ഓഫ് ഇംപ്രൂവിങ് ഹിസ് ഫോർച്യൂൺ ബൈ മാരിയിങ് ഇറ്റ്. അപ്പോൾ ബസാനിയോ വിചാരിച്ചത് എന്താണ്, ആരാണ്, ഇപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഭയങ്കര റിച്ച് ആണല്ലോ, അപ്പോൾ ഇനി എൻ്റെ ഭാഗ്യം ഇംപ്രൂവ് ചെയ്യണത് എങ്ങനെയാണ്, ബൈ മാരിയിങ് ഹർ. ഒബിയസ്ലി പൈസ ഉള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ റിച്ച് ആവുമല്ലോ. അപ്പോൾ ബസാനിയോ ആക്ച്വലി നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പോൾ ഇനി എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, ബൈ മാരിയിങ് ഹർ. അതാണ് ചിന്ത. പക്ഷെ ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹം തന്നെയാണ്, അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയുള്ള ഇഷ്ടമൊന്നുമല്ല. One day, Bassanio came to Antonio and told him about his love for Portia and that he must go very soon to Belmont as a suitor to Portia. അപ്പോൾ എന്താണ്, ഒരു ദിവസം ബസാനിയോ ആന്റോണിയോയുടെ അടുത്ത് വരികയാണ്, എന്നിട്ട് പറയാണ് എന്താണ്, പോർഷ്യനോടുള്ള സ്നേഹമൊക്കെ പറഞ്ഞു, എന്നിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് ബെൽമണ്ടിൽ പോകണം ആസ് എ സൂട്ടർ ടു പോർഷ്യ. സൂട്ടർ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ, പണ്ട് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വളരെ റൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അവർക്ക് അവരുടെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ, ഇപ്പോഴും ഉണ്ട്, അന്ന് പണ്ട് കാലത്ത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു സ്വയംവരം പോലെ അല്ലേ, സ്വയംവരം പോലെ അവർക്ക് കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് കുറേ മത്സരങ്ങളുണ്ടാവും, അതിൽ നിന്ന് ബെസ്റ്റ് അങ്ങനെയാണ് ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയും അതാണ്, ഒരു സ്യൂട്ടറായിട്ട്, സ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ദാറ്റ് എൻഡ്സ് ഇൻ മാരേജ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന ഒരാളായിട്ട്, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടറായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ബെൽമണ്ടിൽ പോകണം. സോ ദർ ഇസ് എ കോമ്പറ്റീഷൻ, അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ കഥയിൽ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് ഇല്ല, പക്ഷേ ശരിക്കും ഷേക്സ്പിയറിൻ്റെ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നുള്ള ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, ഡീറ്റെയിൽസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ഥലത്തെ രാജാക്കന്മാർ വന്നതും അവർ ഓരോ സാധനങ്ങൾ എടുക്കുന്നതും ഒക്കെ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. But he did not have any money even to dress himself suitably as the lover of so rich an heiress. എന്താണ്, പക്ഷേ കയ്യിൽ കാശില്ല, ഇത്രയും ഒരു സ്യൂട്ടറായിട്ട് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ പ്രപ്പോസലായിട്ട്, ഒരു കല്യാണം അവിടെ ആ ഒരു വേദിയിൽ ചെന്ന് നിൽക്കണമെങ്കിൽ പോലും നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. നമുക്കറിയാലോ, ഒരു റിച്ച് മാൻ, ഒരു നല്ലൊരു ലുക്കിലും ഡ്രസ്ഡപ്പ് ആയിട്ട് വേണം പോവാൻ. അതിന് പോലും പൈസ ആരുടെ അടുത്തില്ല, ബസാനിയോയുടെ കയ്യിലില്ല. സോ ഹി ആസ്ക്ഡ് ആന്റോണിയോ ടു ഹെൽപ്പ് ഹിം. അപ്പോൾ വേഗം ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ, ആന്റോണിയോയുടെ അടുത്ത് വന്ന് ഹെൽപ്പ് ചെയ്യിക്കും.
ബസാനിയോ wanted his friend to lend him 3000 ducats. എന്താണ് ബസാനിയോന് എന്താണ് ഫ്രണ്ട് എത്ര രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്? 3000 ducats എന്നാണ് പറയുന്നത്. അത് ആക്ച്വലി ഇറ്റ് ഇസ് എ ഗോൾഡ് കോയിൻ ആണ്. ഗോൾഡ് കോയിൻ ആണ് അവിടെ ആ സമയത്ത് വെനീസിലൊക്കെ ആ സമയത്ത് ഇപ്പോഴും കാണാവുന്ന ഒരു ഗോൾഡ് കോയിനെയാണ് നമ്മൾ ഡക്കറ്റ്സ് എന്ന് പറയുന്നത്. യൂറോപ്യൻ കൺട്രീസിലാണ് ഇത് ഫോർമർലി യൂസ് ചെയ്തിരുന്ന സംഭവമാണ്. ഓക്കെ, ഡക്കറ്റ്സ്. അപ്പോൾ 3000 ഡക്കറ്റ്സ് ആണ് വേണ്ടത്. ഡക്കറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്, ഡക്കറ്റ്സ്. But it so happened that Antonio had spent all his money on a ship and so had no money with him. പക്ഷേ ആന്റോണിയോ വ്യാപാരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാത്തിനും വേണ്ടി എന്താണ് പൈസ ചെലവാക്കിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്താണ് കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഷിപ്സിൽ വേണ്ടി ഓൾ ഇസ് മണി ഓൺ ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഷിപ്സ് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഷിപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഷിപ്സ് സാധനം വാങ്ങിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ അതിന് പൈസയൊക്കെ കൊടുത്തേക്കുവാണ്. അപ്പോൾ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാവില്ല, 3000 ഡക്കറ്റ്സ് ഉണ്ടാവില്ല. ബട്ട് ഹി എക്സ്പെക്റ്റഡ് സം ഓഫ് ഹിസ് ഷിപ്സ് ടു കം ഹോം സൂൺ ലേഡൻ വിത്ത് മെർച്ചൻഡൈസ്. അപ്പോൾ മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ഗുഡ്സ് ടു ബി ബ്രോട്ട്. അപ്പോൾ ചരക്കായിട്ട്, മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ മലയാളം വേർഡ് എന്ന് പറയുന്നത് ചരക്കായിട്ടാണ്. അപ്പോൾ ചരക്കായിട്ട് എത്രയും പെട്ടെന്ന് കുറച്ച് ഷിപ്പ് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആന്റോണിയോ ഇരിക്കുന്നത്. Hence he decided to borrow the amount from Shylock, who was a money lender. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വരാറായല്ലോ, ഷിപ്പൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്ന്, ഷൈലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കടം കൊടുക്കുന്ന ആളാണ്, മണി ലെൻഡർ എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുന്ന ആൾ, അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പൈസ വാങ്ങിക്കുന്നത് ആരുടെ അടുത്ത് നിന്നാണെന്ന് പറഞ്ഞു, ഷൈലോക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മൊത്തം 4 ക്യാരക്ടേഴ്സ് വന്നു. ആന്റോണിയോ വന്നു, ബസാനിയോ വന്നു, പോർഷ്യ വന്നു, ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഷൈലോക്കാണ്. അപ്പോൾ ഷൈലോക്ക് എന്ന് പറയുന്നത് മണി ലെൻഡർ ആണ് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. Shylock had become very rich by lending money at a very high interest to merchants. അപ്പോൾ വ്യാപാരികൾക്ക് വളരെ അധികം ഉയർന്ന പലിശയിൽ, വളരെ കത്തി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ബ്ലേഡ് കത്തി എന്നൊക്കെ പറയണ പോലെ അത്രയും ഹൈ ഇൻട്രസ്റ്റ് റേറ്റിലാണ് പൈസ കടം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ റിച്ചാണ്. അദ്ദേഹം എന്നൊന്ന് വിളിക്കാനുള്ള ഒരു ക്യാരക്ടറൊന്നും ഇല്ല. അപ്പോൾ അയാൾ ഭയങ്കര റിച്ചാണ്. ഓക്കെ, എങ്ങനെയാണ് റിച്ച് ആയത്? ബൈ ലെൻഡിങ് മണി ടു ദ മെർച്ചൻസ് അറ്റ് എ ഹൈ ഇൻട്രസ്റ്റ് റേറ്റിനാണ്, അല്ലെ, വളരെ ഉയർന്ന പലിശ നിരക്കിലാണ് പൈസ കടം കൊടുക്കുക. ഹി വാസ് എ ഹാർഡ് ഹാർട്ടഡ് മാൻ ആൻഡ് വാസ് വെരി സിവിയർ വിത്ത് ഹിസ് കസ്റ്റമേഴ്സ്. എന്താണ് ഹാർഡ് ഹാർട്ടഡ് മാൻ എന്ന് വെച്ചാൽ വളരെ കഠിന ഹൃദയനായിരുന്നു. അതായത് മേഴ്സി എന്താണ്, കരുണ എന്താണെന്ന് അദ്ദേഹത്തിന്റെ 7 അയലത്തിൽ കൂടി പോവാത്തൊരു മനുഷ്യൻ. ആൻഡ് വാസ് വെരി സിവിയർ വിത്ത് ഹിസ് കസ്റ്റമേഴ്സ്. എന്താണ് ഭയങ്കര സിവിയർ ആയിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരത കാണിക്കാൻ ഒട്ടും മടിയില്ലാത്തായിരുന്നു. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അങ്ങനെയാണ് പെരുമാറിയിരുന്നത്. സോ ഹി വാസ് മച്ച് ഡിസ്ലൈക്ക് ബൈ ഓൾ ഗുഡ് മെൻ. അതുകൊണ്ട് തന്നെ എല്ലാ നല്ല മനുഷ്യർക്കും അദ്ദേഹത്തിനോട് വെറുപ്പായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, പക്ഷേ നിവൃത്തിയേട് നമുക്കിപ്പോൾ അത്യാവശ്യം വരുമ്പോൾ പൈസ തരാൻ ആരേ ഉള്ളൂ? ഷൈലോക്കേ ഉള്ളൂ. ആന്റോണിയോ ഉണ്ട്, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം, പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഇല്ല, ചോദിക്കാൻ ആളില്ല. കാരണം ആന്റോണിയോ എന്ന് പറയുന്നത് മെർച്ചൻ്റ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ പൈസ ഇറക്കുകയും ചെയ്യും ചില സമയത്ത്, അല്ലേ. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഷൈലോക്ക് പക്ഷേ മണി ലെൻഡറാണ്. ഏതു നേരവും കടം കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാളുടെ അടുത്ത് എന്ത് വന്നാലും എപ്പോൾ വന്നാലും പൈസ ഉണ്ടാവും. Antonio also disliked Shylock for being so ambitious and greedy for money. അപ്പോൾ ആന്റോണിയോക്ക് ഷൈലോക്കിന് ഇഷ്ടമല്ലായിരുന്നു, ഷൈലോക്കിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ അതിമോഹമുള്ള എന്നാണ് അർത്ഥം, അത്യാഗ്രഹം അതിമോഹമൊക്കെ ഉള്ള. അതുകൊണ്ട് തന്നെ ആന്റോണിയോക്കും ഷൈലോക്കിനും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഗ്രീഡി എന്ന് പറയുമ്പോൾ അറിയാലോ, അത്യാഗ്രഹം അല്ലേ, ആർത്തി, ഭയങ്കര പൈസനോട് ഭയങ്കര ആർത്തിയുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ ആന്റോണിയോക്കും ആളെ ഇഷ്ടമല്ലായിരുന്നു. ഹി യൂസ് ടു ലെൻഡ് മണി ടു ദ നീഡി പീപ്പിൾ വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്. ആന്റോണിയോ എങ്ങനെയാണ്? ആന്റോണിയോ ആവശ്യക്കാർക്ക് പൈസ കൊടുക്കും, പക്ഷേ ഇൻട്രസ്റ്റ് ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഒരു പൈസ കടം കൊടുക്കുന്ന ഒരാളുണ്ട്, അയാൾ ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് റേറ്റിനാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പുറത്ത് വേറൊരാളുണ്ട്, അയാൾ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് പോലും ഇല്ലാണ്ട്, ഹൈ പോയിട്ട് ലോ പോലും ഇല്ല, ഇൻട്രസ്റ്റ് പോലും ഇല്ലാണ്ട് പൈസ കൊടുക്കുന്ന ഒരാളാണ് ആന്റോണിയോ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തായിരിക്കും? രണ്ടുപേർക്ക് ഇഷ്ടമായിരിക്കോ? ഇല്ല. Therefore there was great enmity എന്ന് പറഞ്ഞാൽ ശത്രുത between the greedy Shylock and Antonio. അപ്പോൾ അത്യാഗ്രഹിയായ ഷൈലോക്കും ആന്റോണിയും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു. നമുക്ക് ഒബ്വിയസ്ലി അങ്ങനെയാണ്, രണ്ടുപേരും ഒരു സെയിം ബിസിനസ് തന്നെ ചെയ്യുകയാണ്, ഒരാൾ ഭയങ്കര പലിശ കൊടുക്കുകയാണ്, ഒരാൾ പലിശ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാവരും ആന്റോണിയുടെ അടുത്ത് പൈസ ഉള്ളിടത്തോളം കാലം ആൾക്കാർ ആരുടെ അടുത്ത് പോയി വാങ്ങിക്കോളൂ പൈസ? ആന്റോണിയുടെ അടുത്ത് വാങ്ങിക്കോളൂ, ഷൈലോക്കിൻ്റെ അടുത്ത് പോവില്ല. ആന്റോണിയുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും ഷൈലോക്ക് എന്നുള്ള പ്രിഫറൻസ് വരിക. കാരണം അവിടെ കൊടുക്കാനുള്ളത് കൊള്ള പലിശ, ഇവിടെ പലിശ പോലും കൊടുക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ അവർ തമ്മിലൊരു ശത്രുതയാണ് ഉണ്ടായിരുന്നത്, ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല ഉണ്ടായിരുന്നത്.
ആന്റോണിയോ ആൻഡ് ബസാനിയോ വെന്റ് ടു ഷൈലോക്ക്. അപ്പോൾ പൈസ ഇപ്പോൾ 3000 ഡക്കറ്റ്സിൻ്റെ ആവശ്യം വന്നിരിക്കുവാണ്. അപ്പോൾ ആന്റോണിയോ ബസാനിയോ അവിടെ പോയി ഷൈലോക്കിൻ്റെ അടുത്ത് പോയി. ആന്റോണിയോ ആസ്ക്ഡ് ദ ജൂ ടു ലെൻഡ് ഹിം 3000 ഡക്കറ്റ്സ് അറ്റ് എനി ഇൻട്രസ്റ്റ്. അപ്പോൾ ആന്റോണിയോ ചെന്ന് ജൂതൻ എന്നാണ് അർത്ഥം, അയാളുടെ അടുത്ത്, അയാൾ ജൂതനാണ്. അപ്പോൾ ജൂതൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് 3000 ഡക്കറ്റ്സ്, എത്ര ഇൻട്രസ്റ്റ് വേണമെങ്കിലും തരാം, അറ്റ് എനി ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞത്, ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിന് എനിക്ക് 3000 ഡക്കറ്റ്സ് വേണം എന്ന് പറയുകയാണ്. He would pay it back as soon as his ship returned from the sea. അപ്പോൾ കടലിൽ നിന്ന് ഷിപ്സ് എപ്പോൾ റിട്ടേൺ ചെയ്യുന്നു അത്രയും പെട്ടെന്ന്, സൂണാണ് വേണ്ട, സൂൺ എന്നാണ് പറഞ്ഞേക്കുന്നത്, പെട്ടെന്ന് തന്നെ പൈസ തിരിച്ചടച്ചുകൊള്ളാം എന്നാണ് പറയുന്നത്. ഷൈലോക്ക് തോട്ട് ഡീപ്ലി. അപ്പോൾ ഷൈലോക്ക് ഇവിടെ ആഴത്തിൽ ചിന്തിക്കുകയാണ് കേട്ടോ, ഭയങ്കര ഗഹനമായിട്ടൊക്കെ ചിന്തിക്കുകയാണ്. He took this as a golden opportunity to take revenge on the Venetian who had insulted him many times. അപ്പോൾ ഇതൊരു സുവർണ അവസരം, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഷൈലോക്കിന് തോന്നുന്നത്. കാരണം ഷൈലോക്കിനെ പലപ്പോഴും അപമാനിച്ചിട്ടുണ്ട്, ഹു ഹാഡ് ഇൻസൾട്ടഡ്. അപ്പോൾ എന്നെ അപമാനിച്ചിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു സുവർണ അവസരം കിട്ടുകയാണ്. എന്തിനാണ്? റിവെഞ്ച്, പകരം വീട്ടാനായിട്ട്. അപ്പോൾ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ആരെടുക്കുന്നത്? ഷൈലോക്ക് എടുക്കുന്നത്. അതായിരുന്നു ചിന്ത, എങ്ങനെ റിവെഞ്ച് എടുക്കാമെന്നുള്ളതാണ് ചിന്ത. Yes, I will lend you the money and I will take no interest, said the greedy money lender. എന്താ പറയുന്നേ? ഞാൻ പൈസ തരാലോ, ഞാൻ പൈസ കടം തരാം. And will take no interest, പലിശ ഒന്നുമില്ലാതെ ഞാൻ പൈസ കടം തരാമെന്നാണ് പറയുന്നത്. said the greedy money lender. അത്യാഗ്രഹിയായ കടം കൊടുക്കുന്ന ആൾ പറയുന്നത് എന്താണ്? ഞാൻ പൈസ തരാം, പക്ഷേ എനിക്ക് പലിശ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ. ആന്റോണിയോ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദിസ് കൈൻഡ് ഓഫർ. ഇത്രയും കരുണയുള്ള ഓഫറോ? അപ്പോൾ ആന്റോണിയോക്ക് എന്താണ്? സർപ്രൈസ്ഡ്. ഈവൻ നമ്മളും സർപ്രൈസ്ഡ് ആയി. കൊള്ള പലിശക്ക് കടം കൊടുക്കണമെന്നാണ് മിസ് ഇത്രയും നേരം പറഞ്ഞ്, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ എന്താണ്? കടം തരാം, പക്ഷേ പലിശ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷൈലോക്ക് സ്റ്റിൽ പ്രിറ്റൻഡഡ് ടു ബി ജനറസ്. അപ്പോൾ ഷൈലോക്ക് പ്രിറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അഭിനയിക്കുകയാണ്. ഭയങ്കര ഉദാരമതി, ജനറസ് എന്ന് പറഞ്ഞാൽ ഉദാരമതി എന്നാണ് അർത്ഥം. അപ്പോൾ ഉദാരമതിയായ മനുഷ്യനായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ. He again said he would lend him the 3000 ducats and take no interest for his money if repaid in time. എന്താണ്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പൈസ ഇപ്പോൾ ആന്റോണിയോ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ, ആ സൂണാസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊരു ഡേറ്റ് ഉണ്ട്, ഡേറ്റ് നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ റീപെയ്ഡ് ഇൻ ടൈം, ആ പൈസ കറക്റ്റായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ there will be no interest എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? പൈസ കൃത്യസമയത്ത് അടച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റ് ഒന്നും വാങ്ങിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പം അതിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലേ, പൈസ കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം എന്താണ്? ഹിസ് only condition was that Antonio should go with him to a lawyer and sign a bond in Marysport stating that if he did not repay the money in time, he would forfeit a pound of flesh to be cut off from any part of his body. വളരെ ചെറിയൊരു കണ്ടീഷനാണ്. എന്താണ് ആ ചെറിയ കണ്ടീഷൻ? അത് ഞാൻ കളിയാക്കിയത് കേട്ടോ, വളരെ ചെറിയ കണ്ടീഷനാണ്. ഹിസ് only condition was that Antonio should go with him to a lawyer. ഒരു ലോയറിൻ്റെ അടുത്ത് ആന്റോണിയോ ചെല്ലണം. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻഡ് സൈൻ എ ബോണ്ട്, ഒരു ബോണ്ട് സൈൻ ചെയ്യണം. എന്താണ്? ഇൻ മെറിസ്പോർട്ട്. മെറിസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈക്ക് ഒരു തമാശ, ഒരു സ്പോർട്ടായിട്ട് വെറുതെ എന്നുള്ള രീതിയിലും. സ്റ്റേറ്റിംഗ് ദാറ്റ് ഇഫ് ഹി ഡിഡ് നോട്ട് റീപേ ദ മണി ഇൻ ടൈം, പൈസ സമയത്ത് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ ഹി വുഡ് ഫോർഫീറ്റ് എ പൗണ്ട് ഓഫ് ഫ്ലെഷ്. അത്രയും മതി. എന്താണ്? അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പെനാൽറ്റി പോലെ. അത് ഫോർഫീറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ പെനാൽറ്റി എന്താണ് വേണ്ടത്? പെനാൽറ്റി ആയിട്ട് എന്താ വേണ്ടത്? പൗണ്ട് ഓഫ് ഫ്ലെഷ്. പൗണ്ട് ഓഫ് ഫ്ലെഷ് എന്ന് പറഞ്ഞാൽ ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഭാഗമാണ്. ഓക്കെ, ആ പൗണ്ട് ഓഫ് ഫ്ലെഷ് ആണ്. എവിടെ നിന്നാണ്? ടു ബി കട്ട് ഓഫ് ഫ്രം എനി പാർട്ട് ഓഫ് ഹിസ് ബോഡി. ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പൗണ്ട് ഓഫ് ഫ്ലെഷ് കട്ട് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ടായിരിക്കുന്നതായിരിക്കും എന്ന ബോണ്ടാണ് ഒരു ലോയറിന് മുമ്പിൽ ചെന്ന് സൈൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ റിവെഞ്ച് എടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലഷ് വേണം. ടു ബി കട്ട് ഓഫ് ഫ്രം എനി പാർട്ട് ഓഫ് ഹിസ് ബോഡി, എവിടെ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്യുക എന്നുള്ളതാണ് സൈൻ ചെയ്യേണ്ടത്. വളരെ ക്രൂരമായ ഒരു കണ്ടീഷൻ ആയിപ്പോയി അല്ലേ. എത്ര ശതമാനം ഇൻട്രസ്റ്റ് എടുത്തോളാനും ആന്റോണിയോ പറഞ്ഞതാണ്. അപ്പോൾ ആന്റോണിയോ ഹോപ്പിംഗ് എന്താണ്? ഷിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആന്റോണിയോ. സോ അതുകൊണ്ടിട്ടാണ് എത്ര ഇപ്പം ആവശ്യമുണ്ടല്ലോ, ആവശ്യം നടക്കണമല്ലോ, അപ്പോൾ എത്ര പലിശ വേണമെങ്കിലും എടുക്കുക. പക്ഷെ ഇവിടെ കണ്ടീഷൻ ഇതാണ്, പൗണ്ട് ഓഫ് ഫ്ലഷ് മതി, വേറെ പലിശ വേണ്ട. ഈവൻ സമയത്ത് അടച്ചു കഴിഞ്ഞാൽ പൗണ്ട് ഓഫ് ഫ്ലഷും വേണ്ട. കേൾക്കുമ്പോൾ
ഒരു ഭയങ്കര ഒരു കണ്ണിങ് ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. നോ cried Bassanio, you shall run no such risk for me. അപ്പോൾ ബസാനോ കരഞ്ഞുകൊണ്ട് പറയുവാണ്. കരഞ്ഞാന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി അങ്ങനെ പറയില്ലേ, എനിക്ക് വേണ്ടി നീ അത്തരത്തിലുള്ള ഒരു റിസ്ക്കും ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് ബസാനിയോ പറയുന്നത്. കാരണം ബസാനിയോക്കാണ് ഇപ്പോൾ ആവശ്യം, അന്റോണിയോക്കല്ല പൈസയുടെ ആവശ്യം, ബസാനിയോക്കാണ് ആവശ്യം. അപ്പോൾ ബസാനിയോ കരയുകയാണ്. കരയാന്ന് പറയുന്നത് ഇൻ ദ സെൻസ് കണ്ണീര് അതല്ല ഉദ്ദേശിക്കുന്നത്. കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, വേണ്ട, എനിക്ക് വേണ്ടി അത്തരത്തിലൊരു റിസ്ക്കും നീ എടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഭയങ്കര ഫ്രണ്ട്സാണ് അവർ. ഒരു ഫ്രണ്ടിന് ഒരു ദോഷം വരുന്ന കാര്യം മറ്റൊരു ഫ്രണ്ട് ചിന്തിക്കില്ല. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ബസാനിയോ പറയുന്നു വേണ്ട, എടുക്കേണ്ട, അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് പറയും. But Antonio insisted that he would sign it, for he was sure that his ship would return with the money before the day of payment. അപ്പോൾ പക്ഷേ ആന്റോണിയോ പറഞ്ഞു, ഇൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു, ഇല്ല കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആന്റോണിയോ ഇൻസിസ്റ്റ് ദാറ്റ് ഹി വുഡ് സൈൻ ഇറ്റ് അല്ലേ, എന്താണ് അത് ഞാൻ സൈൻ ചെയ്തു കൊള്ളാം, ഒരു കുഴപ്പമില്ല. കാരണം ഹി വാസ് ഷുവർ, ഉറപ്പായിരുന്നു, എന്താണ് ഷിപ്പ് പേയ്മെന്റിന്റെ ഡേറ്റിന് മുമ്പ് എന്തായാലും ഷിപ്പ് തിരിച്ചെത്തുമെന്ന് വളരെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് സൈൻ ചെയ്യണതിന് റിസ്ക് ഒന്നുമില്ല എന്നുള്ള പക്ഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആന്റോണിയോ നിർബന്ധിച്ചു. Antonio signed the bond and got the money, which he handed over to Bassanio, who immediately set off to Belmont with a splendid train to possess Portia as his partner of life. അപ്പോൾ ഉറപ്പാണല്ലോ. അപ്പോൾ ആന്റോണിയോ ബോണ്ട് സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ പൈസ കിട്ടിയ ഉടനെ ആർക്ക് കൊടുത്തു? ബസാനിയോക്ക് പൈസ കൊടുത്തു. ബസാനിയോ അപ്പോൾ തന്നെ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര തിരിച്ചു. എങ്ങോട്ടാണ് യാത്ര തിരിച്ചത്? ടു ബെൽമണ്ട് വിത്ത് എ സ്പ്ലെൻഡഡ് ട്രെയിൻ ടു പൊസസ് പോർഷ്യ ആസ് ഹിസ് പാർട്ട്ണർ ഓഫ് ലൈഫ്. പോർഷ്യനെ പാർട്ട്ണർ ഓഫ് ലൈഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ സ്പീഡിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ബെൽമണ്ടിലോട്ട്. കാരണം ഓൾറെഡി ആ ബെൽമണ്ടിൽ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു സ്വയംവരം പോലെ നടക്കുകയാണ്. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പൈസയൊക്കെ കിട്ടി. അപ്പോൾ എന്താണ്, ആന്റോണിയോ ബോണ്ട് സൈൻ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ആ ഒരു ആന്റോണിയോക്ക് ഉറപ്പായത് കൊണ്ടിട്ടാണ് എന്തായാലും ഷിപ്പ് വരും, അപ്പോൾ പേയ്മെൻറ്റ് അടക്കാമല്ലോ. സോ ബോണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ, ബോണ്ട് സൈൻ ചെയ്തു. അപ്പോൾ ഇനി കഥയിലൊരു ക്യൂരിയോസ് സിറ്റുവേഷൻ ആയില്ലേ, ഷിപ്പ് വരുമോ, എന്താണ് സംഭവിക്കാൻ പോണേ എന്നുള്ളൊരു കുറച്ചൊരു ക്യൂരിയോസിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഥയിൽ ട്വിസ്റ്റും ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഥയൊക്കെ നമുക്ക് ഊഹിക്കാം. ചില കഥ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടുമല്ലേ, സംവെയർ എന്തായിരിക്കും, ഷിപ്പ് വരാതിരിക്കാനുള്ള ചാൻസസ് ആണോ കൂടുതൽ, അതോ വരുമോ, ഈ ഷൈലോക്ക് ജയിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം കേട്ടോ. When Bassanio arrived in Belmont, Portia was very much worried whether he might be successful in the challenge raised by her father before his death in order to save his daughter from fortune hunters. അപ്പോൾ ആക്ച്വലി കോംപ്ലെക്സ് സെൻറ്റൻസസ് ഒക്കെ നമുക്ക് നിങ്ങളുടെ ചാപ്റ്ററിൽ കാണാം. കാരണം 8th സ്റ്റാൻഡേർഡ് ആയല്ലോ, ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് സെൻറ്റൻസിലും ആവാമല്ലോ അല്ലേ. വെൻ ബസാനിയോ അറൈവ്ഡ് ഇൻ ബെൽമണ്ട്, അപ്പോൾ ബെൽമണ്ടിൽ ബസാനിയോ എത്തി. അപ്പോൾ പോർഷ്യ വാസ് വെരി മച്ച് വറീഡ്. എന്തായിരുന്നു, പോർഷ്യക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വെദർ ഹി മൈറ്റ് ബി സക്സസ്ഫുൾ ഇൻ ദ ചാലഞ്ച് റേസ്ഡ് ബൈ എ ഫാദർ ബിഫോർ ഹിസ് ഡെത്ത്. അച്ഛൻ മരിക്കണേക്ക് മുമ്പ് അച്ഛൻ ഒരു ചാലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മോളെ കല്യാണം കഴിക്കുന്ന ആള്, കാരണം നല്ല സമ്പത്തുള്ളതാണല്ലോ, മോളെ കല്യാണം കഴിക്കുന്ന ആൾ എപ്പോഴും എന്താണ് ലൈക്ക് ഒരു നല്ല ആള് തന്നെ ആയിരിക്കണം, സമ്പത്തിന് വേണ്ടി ആയിരിക്കരുത് മോളെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ മരണത്തിന് മുമ്പ് എന്താണ് ഒരു ചാലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ജയിക്കുന്ന ആള് മാത്രമാണ് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവർ തമ്മിൽ സ്നേഹത്തിലാണ്, ഇഷ്ടത്തിലാണ്, ഓക്കെയാണ്. പക്ഷേ ആരാണോ ആ ചാലഞ്ചിൽ ജയിക്കുക അവർക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. in order to save his daughter from fortune hunters അല്ലേ. ഫോർച്യൂൺ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാരില്ലേ. നമുക്കറിയാം സമ്പത്തുള്ള പെണ്ണിനെ കിട്ടാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും. അപ്പോൾ അതിൽ ആരാണ് പെണ്ണിനെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മിക്കവർക്കും സമ്പത്താണോ നോട്ടം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണ്. He had arranged 3 caskets, gold, silver and lead for a suitors to try. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് 3 കാസ്കറ്റ്സ് ഉണ്ട്. 3 കാസ്കറ്റ്സിൽ ഒരെണ്ണം ഗോൾഡ്, ഒരെണ്ണം സിൽവർ, ഒന്ന് ലെഡാണ്. അപ്പോൾ ഈ 3 കാസ്കറ്റ്സ് ട്രൈ ചെയ്യണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കഥ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല, ഈ കഥ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ ഇത്തിരി കൂടി ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ഈ കാസ്കറ്റ്സിൻ്റെ പുറത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, അത് ഓരോരുത്തർ വരുന്നതും അവരെടുക്കുന്നതും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ മർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന സ്റ്റോറി നിങ്ങൾക്ക് ബുക്ക് അവൈലബിൾ ആയിട്ട് ലൈബ്രറീസിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എടുത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. The person who chose the right casket in which a picture was deposited could win her. അപ്പോൾ ഒരു കാസ്കറ്റിൽ മാത്രമാണ് എന്തുള്ളത്,
പോർഷ്യയുടെ പിക്ചർ ഉള്ളത്. ആ പിക്ചർ കിട്ടുന്ന ആൾക്ക് മാത്രം, ആ കാസ്കറ്റ് എടുക്കുന്ന ആൾക്ക് മാത്രമാണ് പോർഷ്യനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു ചലഞ്ച്. അപ്പോൾ 3 കാസ്കറ്റ് ഉണ്ട് അല്ലേ. ബസാനിയോ did not choose either the gold or silver casket. ബസാനിയോ എന്താണ്, ഗോൾഡും എടുത്തില്ല സിൽവറും എടുത്തില്ല. He said that things that glittered outside were often ugly inside. പുറത്ത് തിളങ്ങുന്ന പലതും ഉള്ളിൽ ചിലപ്പോൾ അധികം ഭംഗിയില്ല, വൃത്തികെട്ടതായിരിക്കും എന്നുള്ള അതാണ് പറയുന്നത്. സോ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന എന്ന് പറയുന്നത് he then chose the leaden casket. Leaden casket on which it was written, whoever chooses me must risk all that he has. അപ്പോൾ അതിന്റെ പുറത്ത് എഴുതി വെച്ചത് എന്നെ ചൂസ് ചെയ്യുന്ന ആള് അതിന്റെ എന്താണ്, whoever chooses me must risk all what he has അല്ലെ, റിസ്ക് എടുക്കണം എന്നുള്ളതാണ് എഴുതിച്ചത്. അപ്പോൾ അതാണ് എഴുതിച്ചത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു, എന്നിട്ടും അതാണ് എടുക്കുന്നത്, ലെഡാണ് എടുക്കുന്നത്. It was a moment of joy for everyone because there was the lovely picture of Portia in it. അപ്പോൾ വളരെ എന്താണ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്താണ്, അതിലാണ് പോർഷ്യയുടെ പിക്ചർ ഉണ്ടായിരുന്നത്. This Bassanio proved successful in his suit and Portia consented to marry him. അപ്പോൾ ബസാനിയോ എടുക്കുന്നത് ലെഡാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ പോർഷ്യയുടെ പിക്ചർ ഉണ്ട്. പോർഷ്യയുടെ പിക്ചർ ഉള്ളപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം ഇവർ തമ്മിൽ സ്നേഹിക്കുന്നവരാണല്ലോ, അവർക്ക് സന്തോഷമായി. എന്നിട്ട് മാരേജ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളുടെ ഒറിജിനൽ സ്റ്റോറിയിൽ ഒരു ചെറിയ ക്ലൂ എടുക്കുന്നുണ്ട് കേട്ടോ ബസാനിയോക്ക്, അങ്ങനെയാണ് വായിക്കുന്നത് ഇതിൽ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്റ്റോറി അത്രയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ പോർഷ്യ കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു, കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു ഡൂക്കിന്. ഓക്കെ, ടു മാരി ഹിം. Before the marriage, Bassanio confessed to Portia that he was not very rich. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ബസാനിയോ പറയുന്നുണ്ട്, ഞാൻ അത്രയും പൈസക്കാരനൊന്നുമല്ല, ഞാൻ വലിയ റിച്ച് ഒന്നുമല്ല. His high birth and noble ancestry was all that he could be proud of. അപ്പം ഹൈ ബർത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബത്തിലാണ്, റോയൽ ഫാമിലിയിലാണ്. ദാറ്റ് ഇസ് നോബിൾ ആൻസിസ്ട്രി എന്ന് പറയുമ്പോൾ അതാണ്, ഒരു റോയൽ ഫാമിലിയിലാണ് ജനിച്ചത്. പക്ഷെ സമ്പത്ത് കൊണ്ട് അധികം മുന്നിലല്ല, അല്ലെങ്കിൽ അധികം സമ്പത്തൊന്നും എനിക്കില്ല എന്നുള്ള സത്യം പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് പറയുന്നുണ്ട് കേട്ടോ. Now, when her turn came, Portia prettily said that she was an unschooled girl. അപ്പോൾ ബസാനിയോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പോർഷ്യയുടെ കാര്യം വന്നപ്പോൾ പോർഷ്യ പറയാണ്, എന്താണ്, ഞാൻ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഷീ ലവ്ഡ് ഹിം ഫോർ ഹിസ് ഗുഡ് ക്വാളിറ്റീസ്. അപ്പോൾ ഞാൻ എൻ്റെ ക്വാളിറ്റീസ് ആണ് സ്നേഹിക്കുന്നത്, പൈസയല്ല സ്നേഹിക്കുന്നതെന്ന് പറയും. ഷീ ഹാഡ് ഇനഫ് റിച്ചസ് അല്ലേ, രണ്ടുപേർക്കും ജീവിക്കാന്നതിൽ കൂടുതൽ സമ്പത്ത് ആരുടെ കയ്യിലുണ്ട്, പോർഷ്യയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഐ ഗേവ് ദം ടു യു വിത്ത് ദിസ് റിംഗ്. അങ്ങനെ ഞാൻ ഈ മോതിരത്തോടുകൂടി ആ സമ്പത്തൊക്കെ നിനക്ക് തരുകയാണ് എന്ന് പറഞ്ഞ് ഒരു റിങ് കൊടുക്കുന്നുണ്ട്. സെയിങ് സോ ഷീ പ്രസന്റഡ് എ റിംഗ് ടു ബസാനിയോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു റിങ് ബസാനിയോക്ക് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോറിയിൽ. അപ്പോൾ റിങ് കൊടുക്കുന്നുണ്ട്, ക്ലിയർ അല്ലേ. അപ്പോൾ ആ റിങ്ങോട് കൂടി എന്താണ്, പോർഷ്യയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ആ സമ്പത്തിൻ്റെ മൊത്തം അവകാശവും പോർഷ്യ പറയുന്നുണ്ട്. ഇപ്പൊ ബസാനിയോ ഇപ്പൊ ആരായി, വളരെ റിച്ച് മാനായി അല്ലേ. Then a messenger arrived there. അപ്പോഴാണ് ഒരു മെസ്സഞ്ചർ വന്നത്. മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ആയിട്ട് ഒരാൾ വന്നു അല്ലേ. He was sent by Antonio. ആന്റോണിയോ ആണ് അയാളെ വിട്ടത്. He had brought a letter from Antonio containing a sad news. നമുക്ക് കാണാം, വായിക്കുന്ന ബസാനിയോയുടെ മുഖം ആക്ച്വലി വളരെ ടെൻസ്ഡ് ആണെന്ന് നമുക്ക് കാണാം. He had brought a letter from Antonio containing a sad news. കഥ എഴുതിയ കാലഘട്ടം ഓർക്കണം, അന്ന് ഫോണൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ലെറ്റർ ആണ്, എന്താണ്, ഒരു സാഡ് ന്യൂസ് ആണ് ആ ലെറ്ററിൽ. When Bassanio read the letter, Portia found his face turned pale. ബസാനിയോ ആ ലെറ്റർ വായിക്കുന്നത് പോർഷ്യ കാണുന്നുണ്ട്. ഒപ്പം ബസാനിയോയുടെ മുഖം വെളറി വെളുക്കുന്നത്. പെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, വെളറി വെളുക്കുക. നമുക്ക് എന്തെങ്കിലും വളരെ സങ്കടമുള്ള ഒരു ന്യൂസ് വായിക്കുമ്പോഴാണ് നമ്മുടെ മുഖം അങ്ങനെ ആവാറ്. ഷീ ഇൻക്വയർഡ് വാട്ട് ദ സാഡ് ന്യൂസ് വാസ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഊഹിക്കാം അതൊരു സാഡ് ന്യൂസ് ആണെന്നുള്ളത്. അപ്പോൾ ബസാനിയോനോട് പോർഷ്യ അന്വേഷിക്കുകയാണ് എന്താണ് സങ്കടകരമായ ആ വാർത്തയെന്ന്. He replied, "Oh sweet Portia, here are a few of the most unpleasant words that have ever been written." അപ്പം എന്താണ്, ഭാര്യയാണ്, സ്നേഹമാണല്ലോ, ആ ആദരവോട് കൂടി തന്നെയാണ് വിളിക്കുന്നത്. ഓ സ്വീറ്റ് പോഷ്യ, here are a few of the most unpleasant words. ഞാൻ കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കുറേ വാക്കുകളാണ്, ഇന്ന് വരെ ആരും എഴുതാത്ത കുറേ, എന്താണ്, ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറേ വാക്കുകളാണ് ഇതിൽ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ആ വാക്കുകൾ? He then told all about Antonio and about his strange bond with Shylock to help him.
അപ്പോൾ ആൻറ്റോണിയോനെ കുറിച്ച് എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയാണ്, എന്നെ സഹായിച്ചതാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഒപ്പം ഷൈലോക്കും ആൻറ്റോണിയും തമ്മിലുള്ള ആ ബോണ്ട്, എന്താണ് ആ ബോണ്ട്? പൈസ കറക്റ്റ് സമയത്ത് റിട്ടേൺ ചെയ്തില്ലെങ്കിൽ പൗണ്ട് ഓഫ് ഫ്ലഷ് ബോഡിയിലെ ഏത് പാർട്ടിൽ നിന്നും കട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഷൈലോക്കിനുണ്ടെന്നുള്ള ബോണ്ടിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരെ ഹെൽപ്പ് ചെയ്യാനാണ്? ബസാനിയോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. Bassanio read Antonio's letter. Sweet Bassanio, my ships are all lost. അപ്പോൾ ബസാനിയോ ആന്റോണിയോയുടെ ലെറ്റർ വായിക്കുകയാണ്. സ്വീറ്റ് ബസാനിയോ, മൈ ഷിപ്സ് ആർ ഓൾ ലോസ്റ്റ്. എൻ്റെ കപ്പലൊക്കെ നഷ്ടപ്പെട്ടു. മൈ ബോണ്ട് ഓഫ് ടു ദ ജൂ ഈസ് ഫോർഫീറ്റഡ്. അപ്പോൾ എൻ്റെ ബോണ്ട്, ജൂ ആയിട്ടുള്ള, ആ ജൂതനായിട്ടുള്ള ബോണ്ട് നിലവിൽ വന്നു അല്ലേ? കാരണം എന്താണ്? അടയ്ക്കാൻ പറ്റില്ല പൈസ. ഇൻ പേയിങ് ഇറ്റ് ഐ ഷാൽ ലൂസ് മൈ ലൈഫ്. എന്താണ്? അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടും അല്ലേ? ഉറപ്പല്ലേ? കാരണം പൗണ്ട് ഓഫ് ഫ്ലഷ് എവിടെ നിന്ന് എടുക്കും എന്നുള്ളത്, അതും ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനാണ്. അയാൾ എവിടെ നിന്ന്, ഇപ്പോൾ കാലിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല, പക്ഷെ എവിടെ നിന്ന് എടുക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. എവിടെ നിന്ന് വേണമെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ പൗണ്ട് ഓഫ് ഫ്ലഷ് എവിടെ നിന്ന് എടുക്കും നമുക്ക് അറിയാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ആന്റോണിയോ പറയുന്നുണ്ട്, എനിക്ക് ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത്. ഐ വിഷ് ടു സീ യു അറ്റ് മൈ ഡെത്ത്. എനിക്ക് നിന്നെ എൻ്റെ മരണത്തിന് മുമ്പ്, എൻ്റെ മരിക്കുമ്പോൾ എനിക്ക് നിന്നെ കാണണം എന്ന ആഗ്രഹമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ. സി ഹൗ ഇറ്റ് ഈസ് റിട്ടൺ. എനിക്ക് നിന്നെ കാണണമെന്ന ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ പോലും ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ, നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ മാത്രം. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻ. ഓക്കെ, ഞാൻ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ കാണണം എന്ന്. പക്ഷേ അപ്പോഴും നിന്റെ ആഗ്രഹം നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊരു വേർഡ് കൂടെ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ. മനസ്സിലായില്ലേ? അപ്പോൾ കൂട്ടുകാരൻ മരിക്കാൻ പോവുകയാണ്. ആർക്ക് വേണ്ടിയാണ്? ബസാനിയോക്ക് വേണ്ടിയാണ്. ആന്റോണിയോ മരിക്കാൻ പോകുന്നത് ബസാനിയോക്ക് വേണ്ടിയാണ്. അപ്പോൾ ബസാനിയോനെ കാണണം എന്നാണ് ആഗ്രഹം പറയുന്നത്. അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവർ അല്ലേ? ഇങ്ങനത്തെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാനൊന്നും കിട്ടില്ല. അപ്പോൾ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ കാണണം എന്ന് ആഗ്രഹം പറയുന്നുണ്ട്. ഒപ്പം പറയുന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വരിക എന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഓ മൈ ഡിയർ ലവ്, സെഡ് പോർഷ്യ, ബി ക്വിക്ക്. You shall have gold to pay the money 20 times over before this kind friend Antonio shall lose a hair by my Bassanio's fault. എന്താണ് പറയുന്നത്? ഈ വിളിക്കുന്നുണ്ടോ, ഓ സ്വീറ്റ് ലവ്, ഓ മൈ ഡിയർ ലവ് എന്നൊക്കെയാണ് അവർ സംബോധന ചെയ്യുന്നത്. സെഡ് പോർഷ്യ അങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ബി ക്വിക്ക്, പെട്ടെന്നാവട്ടെ. യു ഷാൽ ഹാവ് ഗോൾഡ് ടു പേ ദ മണി 20 times over. 20 തവണ, അതായത് 20 ഇരട്ടി ആ പൈസ അടക്കാനുള്ള അത്രയും ഗോൾഡ് നിനക്ക് ഞാൻ തരും. ബിഫോർ ദിസ് കൈൻഡ് ഫ്രണ്ട് ആന്റോണിയോ. ഇത് നമുക്ക് ഉറപ്പുള്ള ആരുമല്ലേ, ഇത്രയും കരുണയുള്ള ഒരു ഫ്രണ്ട് നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ ബിഫോർ ദിസ് കൈൻഡ് ഫ്രണ്ട് ആന്റോണിയോ ഷാൽ ലൂസ് എ ഹെയർ ബൈ മൈ ബസാനിയോസ് ഫോൾട്ട്. എൻ്റെ ബസാനിയോടെ, ബൈ മൈ ആണ് കണ്ടോ, എൻ്റെ ബസാനിയോടെ കുഴപ്പം കൊണ്ട് എന്താണ്, ആന്റോണിയോയുടെ ഒരു മുടി പോലും നഷ്ടപ്പെടുന്നതിന് മുമ്പ് നീ അവിടെ എത്തണമെന്നാണ് പോർഷ്യ പറയുന്നത്. സോ വി ക്യാൻ സീ ആൻ അണ്ടർസ്റ്റാൻഡിങ് വൈഫ് അല്ലേ? വളരെ അണ്ടർസ്റ്റാൻഡിങ് ഒരു വൈഫിന് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. Portia then said she would be married to Bassanio before he set out in order to give him a legal right to her money. അപ്പോൾ എന്താണ്, ഈ പൈസ ഉപയോഗിക്കണമെന്നെങ്കിൽ, പോർഷ്യയുടെ പൈസ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലീഗൽ റൈറ്റ് വേണം. ഇപ്പോൾ മോതിരം ഇട്ടിട്ടുള്ളൂ, ദാറ്റ് ഈസ് ലൈക്ക് ആൻ എൻഗേജ്മെന്റ്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ മാത്രമാണ് ആ പൈസക്ക് പൂർണ്ണ അവകാശവും ആ പൈസ ചെലവാക്കാൻ പറ്റുള്ളൂ അല്ലേ? കാരണം അങ്ങനെയാണ്. അപ്പോൾ ആ ലീഗൽ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണമെന്നാണ് പോർഷ്യ പറയുന്നത്. The day of payment being passed, the cruel money lender would not accept the money which Bassanio offered him. അപ്പോൾ കല്യാണം കഴിയുന്നതൊന്നും നിങ്ങളുടെ ഇതിലില്ല. അപ്പോൾ എന്താണ്, ആ ഡേ കഴിഞ്ഞു, പൈസ അടക്കാനുള്ള ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ആരും എത്തുന്നത്? ബസാനിയോ എത്തുന്നത്. നമ്മുടെ ഇന്നത്തെ പോലെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റും ഒന്നും ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലൊക്കെ കഥയാണല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പൈസ അവിടെ നമ്മൾ നേരിട്ട് എന്ന് കൊണ്ടു ചെല്ലണം. അപ്പോൾ ട്രാവലിങ്ങും ടൈം എടുക്കും, എല്ലാമാണ്. അപ്പോൾ എന്താണ്, പൈസ തിരിച്ചടക്കാനുള്ള ദിവസം കഴിഞ്ഞു. ആ ക്രൂവൽ മണി ലെൻഡർ, ക്രൂരനായ ആ കടം കൊടുക്കുന്ന ആളെന്താണ്, വുഡ് നോട്ട് അക്സെപ്റ്റ് ദ മണി വിച്ച് ബസാനിയോ ഓഫർഡ്. ബസാനിയോ വന്നിട്ട് പൈസ ഓഫർ ചെയ്യുന്നുണ്ട്, അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം എന്താണ്, ഡേറ്റ് കഴിഞ്ഞു പോയി. ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് ആന്റോണിയോസ് ഫ്ലഷ്. അയാൾ നിർബന്ധം പിടിച്ചു, അയാൾ വാശി പിടിച്ചു. എന്തിന്? എനിക്ക് ആന്റോണിയോയുടെ ബോഡിയിലെ ഫ്ലഷ് മതി, മാംസം മതി എന്നുള്ള വാശിയായിരുന്നു അയാൾക്ക്. A day was fixed to try this strange case before the Duke of Venice, and Bassanio awaited in dreadful suspense the result of the trial. അപ്പോൾ എന്താണ്, ഒരു ദിവസം തീരുമാനിച്ചു. എന്തിനാണ്? കോടതിയിൽ അല്ലേ, ഒരു ട്രയൽ, ഒരു ന്യായവാദം കേൾക്കുക എന്നുണ്ടല്ലോ. കാരണം
ചെയ്യാൻ പോകുന്നത് അത്രയും കഠിനകരമായ ഒരു പ്രവൃത്തിയാണ്. ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാൻ പോവാണ്. സ്ട്രേഞ്ച് കേസ്, ഒരു വളരെ വിചിത്രമായ കേസാണല്ലോ, നമുക്കറിയാം, നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രേഞ്ച് കേസ് ഡൂക്ക് ഓഫ് വെനീസ്, ഡൂക്ക് എന്ന് പറയുമ്പോൾ അതോറിറ്റേറ്റീവ് പേഴ്സൺ ആണ്, ഒരു മെയിലായിരിക്കും ഡൂക്ക്. അയാളുടെ അടുത്ത് എത്തുകയാണ്. ആൻഡ് ബസാനിയോ അവൈറ്റഡ്, ബസാനിയോ കാത്തിരുന്നു. എന്തിനാണ്? ഡ്രെഡ്ഫുൾ സസ്പെൻസ്. എന്തായിരിക്കും ട്രയൽ എന്ന് പറയുമ്പോൾ ഈ വിചാരണയുടെ എന്തായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് വിധി വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ കാത്തിരിക്കുകയാണ്. കാരണം ഓൾറെഡി ബോണ്ടിൽ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആന്റോണിയാണ്, സമ്മതിച്ചിട്ട് സൈൻ ചെയ്തേക്കാണ്. പൈസ അടച്ചില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പൊന്നുമില്ല. ഇപ്പം വിചാരണ നടന്നാലും എന്താണ് നടക്കാൻ പോകുന്നത്? കോടതി വിധിക്കും. ഓൾറെഡി ബോണ്ട് സൈൻ ചെയ്ത് കൊടുത്താണ്. സോ ദ ബോണ്ട്, കോടതി അങ്ങനെയാണ്. കോടതി മനസാക്ഷിയല്ല നോക്കുന്നത്. കോടതി എന്താണ് നോക്കുന്നത്? തെളിവാണ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് കരുണയല്ല. കോടതി നോക്കുന്നത് കരുണയല്ല. എപ്പോഴും കോടതി എന്താണോ എവിഡൻസ്, അങ്ങനെ നമുക്കറിയാലോ, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് കോടതി വിധി നിർണ്ണയിക്കുക, അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് ഉറപ്പാണ് കോടതി പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഡ്രെഡ്ഫുൾ സസ്പെൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ദ ഡേ ഓഫ് ദ ട്രയൽ അറൈവ്ഡ്. അപ്പോൾ ആ ദിവസം വന്നെത്തി, ട്രയൽ വിചാരണ നടക്കുന്ന ദിവസം വന്നെത്തി. ആന്റോണിയോ ഡിഡ് നോട്ട് ആസ്ക് ഫോർ മേഴ്സി. ആന്റോണിയോക്ക് കരുണ ചോദിച്ചില്ല. കാരണം ബിക്കോസ് ഹി ന്യൂ വെൽ ദാറ്റ് ഷൈലോക്ക് വാസ് അൺലൈക്ലി ടു ഗ്രാൻഡ് ഹിം എനി മേഴ്സി. കരുണ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം കരുണ ചോദിക്കേണ്ട ആളെന്ന് പറയുന്നത് ഷൈലോക്കിൻ്റെ അടുത്താണ്. ഷൈലോക്ക് അത് കൊടുക്കില്ലെന്ന് പൂർണ്ണമായ ഉറപ്പുണ്ട്. നമുക്കൊരാൾ തരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അയാളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? സോ ദർ ഇസ് നോ നീഡ് ഓഫ് ആസ്കിങ്. വെറുതെ എന്തിനാ എനർജി വേസ്റ്റ് ചെയ്യണേ, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആന്റോണിയോ ചെയ്യുന്നത്. ആന്റോണിയോ ഒരു മേഴ്സിയും ചോദിക്കുന്നില്ല, ഒരു കരുണയും ആവശ്യപ്പെടുന്നില്ല, ഒന്നും ചെയ്യില്ല, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഇൻ എ വേ ഹി വാസ് വില്ലിങ് ടു അക്സെപ്റ്റ് പണിഷ്മെന്റ്. അപ്പോൾ എന്താണ്? മേഴ്സി ചോദിച്ചില്ല, കരുണയൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ എന്താണ്? ആ പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ റെഡിയായിട്ട് സമ്മതിച്ചുകൊണ്ടുള്ള നിപ്പായിരുന്നു ആന്റോണിയോടെ. അറ്റ് ദ കോർട്ട് ദ ഡൂക്ക് ഹിംസെൽഫ് പ്ലീഡഡ് വിത്ത് ഷൈലോക്ക് ടു ബി മേഴ്സിഫുൾ. അപ്പോൾ കഥയൊക്കെ കേട്ടു, ഇതൊക്കെ ബോണ്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡൂക്ക് വരെ ഷൈലോക്കിനോട്, ആന്റോണിയോ ഒന്നും പറയുന്നില്ല, ഡൂക്ക് ഷൈലോക്കിനോട് പ്ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുകയാണ് കുറച്ച് കരുണ കാണിക്കാനായിട്ട്. ഹി ബ്ലണ്ട്ലി റിഫ്യൂസ്ഡ്. അപ്പോൾ ഷൈലോക്കാണല്ലോ ആള്. ആന്റോണിയോ പറഞ്ഞില്ല, ആന്റോണിയോക്ക് അറിയാവുന്നതായിരുന്നു എന്താണ് സമ്മതിക്കില്ലെന്ന്, അതുകൊണ്ട് ആന്റോണിയോ ഒന്നും പറഞ്ഞില്ല. അവിടെ ഷൈലോക്കിനോട് ഡൂക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോഴും എന്താണ്? ബ്ലണ്ട്ലി റിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ വെട്ടി തുറന്നു പറഞ്ഞു, ഇല്ല, പറ്റില്ല, ഞാനിത് കരുണയൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബസാനിയോ offered the Jew twice the sum owned by the Antonio. ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നുമല്ല, രണ്ടിരട്ടി പൈസ തരാമെന്ന് ബസാനിയോ ഓഫർ ചെയ്തു. പക്ഷെ ആരാണ്? എന്താണ്? But he replied that he wanted justice and so he would ask for his pound of flesh even if he was offered 6,000 times the amount. എന്താ പറയുന്നത്? എനിക്ക് നീതി മതി, എനിക്ക് പൈസ വേണ്ട, എനിക്ക് നീതി മതി. എത്ര? സോ ഹി വുഡ് ആസ്ക് ഫോർ പൗണ്ട് ഓഫ് ഫ്ലഷ്, അത് മാത്രം മതി. ഓഫർ ചെയ്താൽ ഇപ്പൊ 2 അവിടുത്തെ 6,000 ടൈംസ് ഓഫർ ചെയ്താൽ പോലും, 6,000 ടൈംസ് ഓഫർ ചെയ്താൽ അത്രയും എന്തായാലും കൊടുക്കാൻ പറ്റില്ല, അല്ലേ? വാങ്ങിച്ചതിന്റെ 6,000 ടൈംസ് ഓഫർ ചെയ്താൽ പോലും എനിക്ക് പൈസ വേണ്ട, എനിക്ക് എന്താണ് വേണ്ടത്? പൗണ്ട് ഓഫ് ഫ്ലഷ് മതി എന്നാണ് ഷൈലോക്ക് പറയുന്നത്. When the Duke asked Shylock how he could hope for mercy from God if he himself showed no mercy to his fellow beings, Shylock replied that he wanted no mercy if God grants him justice. എന്താണ് പറയുന്നത്? അപ്പോൾ ഡൂക്ക് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുന്നത്? ദൈവം നിന്നോട് കരുണ കാണിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് ഉത്തരം പറയുന്നത് ഇതാണ്: എനിക്ക് കരുണയൊന്നും വേണ്ട, ദൈവം എനിക്ക് നീതി തന്നാ മതി എന്നാണ് ആര് പറയുന്നത്? ഷൈലോക്ക് പറയുന്നത്. സോ സേയിങ് ഹി ബിഗാൻ ടു ഷാർപ്പൺ ദ ലോങ് നൈഫ്. ഇത് പറഞ്ഞുകൊണ്ട് ആ കത്തി, നീളമുള്ള കത്തി എന്താണ്? മൂർച്ച കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ഹി വാസ് റെഡി ടു ഡു ദാറ്റ്. മനസ്സിലായില്ലേ? വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പൊ 6,000 ടൈംസ് ഓഫർ ചെയ്തല്ലോ, അപ്പൊ പിന്നെ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുത്താലും ആരും എന്താണ് ഷൈലോക്ക് സമ്മതിക്കാൻ പോകുന്നില്ല. ഷൈലോക്കിന് എന്ത് മതി? പൗണ്ട് ഓഫ് ഫ്ലഷ് മതി. സോ ഡൂക്ക് പ്ലീഡ് ചെയ്തു, എന്നിട്ടും ഒരു കാര്യമില്ല. ദൈവം കരുണ കാണിക്കില്ലെന്ന് പറഞ്ഞു, എന്നിട്ടും എനിക്ക് കരുണ വേണ്ട, എനിക്ക് നീതി മതി എന്ന് വാശി പിടിച്ചു. Portia, who had decided to come to Venice and to speak in Antonio's defense, reached there on the day of the trial with a friend Nerissa. എന്താണ്? പോർഷ്യ വന്നു വെനസിലോട്ട്. എങ്ങനെയാണ് വന്ന? ആന്റോണിയോയുടെ ഡിഫൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
വിത്ത് എ ഫ്രണ്ട് നെറിസ. അവരെങ്ങനെയാണ് വന്നത്? ദേ ഡിസ്ഗൈസ്ഡ് ദെംസെൽഫ്, വേഷം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദേ ഡിസ്ഗൈസ്ഡ് ദെംസെൽഫ്, രണ്ടുപേരും വേഷം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. പോർഷ്യ അപ്പിയർഡ് ഇൻ എ ലോയേഴ്സ് ഗൗൺ ആൻഡ് നെറിസ ഫോളോഡ് ഹർ ആസ് എ ക്ലർക്ക്. അപ്പോൾ പോർഷ്യ ഒരു ലോയറിന്റെ ഗൗണൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. നെറിസ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ക്ലർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ദ കേസ് വാസ് ജസ്റ്റ് ഗോയിങ് ടു ബി ഹേർഡ് ബിഫോർ ദ ഡൂക്ക്. അപ്പോൾ ഡ്യൂക്കിന് മുമ്പിൽ കേസ് വിളിക്കാൻ നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും എത്തുന്നത്. പോർഷ്യയും വന്നു, നെറിസയും വന്നു. അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് കേട്ടോ. Portia entered the High Court of Justice and presented a letter from Bassanio, who was a lawyer and relative of Portia. അപ്പോൾ പോർഷ്യ കോർട്ടിൽ വന്നു, കോടതിയിൽ കയറി, ഹൈക്കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വന്നു ആൻഡ് പ്രസന്റഡ് ഒരു കത്ത് കൊടുത്തു. ലെറ്റർ ഫ്രം ആരാണ്? ബെലാരിയോ. ബെലാരിയോ ആരാണ്? ഒരു ലോയറാണ്, ഒരു വക്കീലാണ് ആൻഡ് റിലേറ്റീവ് ഓഫ് പോർഷ്യ, പോർഷ്യയുടെ റിലേറ്റീവും കൂടിയാണ്. അയാളുടെ കത്ത് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചു. ഇൻ ദാറ്റ് ലെറ്റർ ദ ലേൺ കൗൺസിലർ ഹാഡ് റിട്ടൺ ദാറ്റ് ദ ബെറർ ഓഫ് ദ ലെറ്റർ ബെൽത്താസർ, സോ ഹി കോൾഡ് പോർഷ്യ. അപ്പൊ അതേ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബെൽത്താസർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പേർഷ്യനെ വിളിക്കുന്ന പേരാണ് ബെൽത്താസർ. കുഡ് ബി പെർമിറ്റഡ് ടു പ്ലീഡ് ഫോർ ആന്റോണിയോ ആസ് ഹി വാസ് സിക്ക് ആൻഡ് അൺഎബിൾ ടു കം ബൈ ഹിംസെൽഫ്. അപ്പോൾ ബെൽത്താസറിന് ആന്റോണിയോയുടെ കേസ് വാദിക്കാൻ സമ്മതിക്കണം, എനിക്ക് പാടില്ലാത്ത കൊണ്ടിട്ടാണ് ഞാൻ വരാഞ്ഞത് എന്നൊരു കത്താണ് ആര് കൊടുത്തിരിക്കുന്നത്? ബെലാരിയോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, The Duke granted this, wondering at the youthful appearance of the stranger, who was well disguised in a counselor's robes and large wig. ഒരു ലാർജ് വിഗും കൗൺസിലേഴ്സ് റോഗും ഒക്കെ ഇട്ട് ആ യൂത്ത്ഫുൾ അപ്പിയറൻസിൽ ഭയങ്കര ലൈക്ക് ഇതാരാണ് എന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു ഡൂക്ക് പോലും. പക്ഷെ ഡൂക്ക് ഗ്രാൻഡ് ചെയ്തു, സമ്മതിച്ചു വാദിക്കാൻ വേണ്ടിയിട്ട്. And now began the important trial. അപ്പോൾ നമ്മുടെ വിചാരണ, വളരെ പ്രധാനപ്പെട്ട വിചാരണ തുടങ്ങി. പോർഷ്യ looked around and saw the merciless money lender. അപ്പോൾ പോർഷ്യ ചുറ്റും നോക്കി, എന്നിട്ട് ആരെ കണ്ടു? ഷൈലോക്കിനെ കണ്ടു. The merciless money lender എന്ന് പറയുന്നത് ആരാണ്? ഷൈലോക്ക് ആണ്. She saw Bassanio too. ബസാനിയോനെയും കണ്ടു. But he knew her not in a disguise. എന്താണ്? പക്ഷെ ആ വേഷം മാറി നിൽക്കുന്ന കൊണ്ടിട്ട് ബസാനിയോക്ക് പോർഷ്യനെ തിരിച്ചറിയാൻ പറ്റിയില്ല. She read the bond and turned towards Shylock and told him that he had right to his pound of flesh. അപ്പോൾ ബോണ്ട് വായിച്ചു. ബോണ്ട് വായിച്ചിട്ട് ഷൈലോക്കിന്റെ നേരെ തിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എല്ലാ റൈറ്റും ഉണ്ട്. എന്ത്? ഈ പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാനായിട്ട് എല്ലാ റൈറ്റും ഉണ്ട്, കാരണം പൈസ കൊടുത്തിട്ടില്ലല്ലോ ഡേറ്റിന്. അപ്പോൾ എല്ലാ റൈറ്റും ഉണ്ടെന്ന് പറയും. ഹിയറിംഗ് ഇറ്റ് ഷൈലോക്ക് ഫെൽറ്റ് ഹാപ്പി. അത് കേട്ടപ്പോൾ ഷൈലോക്കിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഷി ദെൻ സ്പോക്ക് എലക്വന്റ്ലി ഓഫ് ദ നോബൽ ക്വാളിറ്റി ഓഫ് മേഴ്സി. അത് കഴിഞ്ഞപ്പോൾ വളരെ ഇതായിട്ട് മേഴ്സി എന്ന് വെച്ചാൽ കരുണനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് എലക്വന്റ്ലി എന്ന് പറഞ്ഞാൽ വാചാലമായിട്ട്. നമ്മളിപ്പോൾ കരുണയുടെ ആവശ്യവും കരുണ അങ്ങനെയാണ്, കരുണ ഇങ്ങനെയാണ്. അപ്പോൾ കരുണനെ കുറിച്ച് ഒരു പ്രസംഗം തന്നെ ആര് പറയുകയാണ്? പോർഷ്യ പറയുകയാണ്. ഇറ്റ് വുഡ് ഹാവ് സോഫ്റ്റൻഡ് ദ ഹാർട്ട്സ് ഓഫ് ഓൾ എക്സെപ്റ്റ് ദാറ്റ് ഓഫ് ഷൈലോക്ക്. ആ പറയുന്നത് കേട്ടിട്ട് എല്ലാവരുടെ മനസ്സും അലിഞ്ഞു പോയാനായിരുന്നു. പക്ഷെ ആരുടെ മനസ്സ് അലിയില്ല? ഷൈലോക്കിന്റെ മനസ്സ് മാത്രം അലിയില്ല. She said that mercy dropped as a general rain from heaven upon the place beneath. എന്താണ്? ഒരു മഴയായിട്ടാണ് കരുണ, ഹെവനിൽ നിന്ന് വന്ന ഒരു മഴത്തുള്ളിയാണ് മേഴ്സി എന്നാണ് പറയുന്നത്. മേഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്. കരുണ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഡബിൾ ബ്ലെസ്സിങ് ആണ് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ആരാ പറയുന്നത്? ഇതൊക്കെ പോർഷ്യയാണ് പറയുന്നത് കേട്ടോ. It blessed him that gave and him that received it. അപ്പോൾ ആര് കൊടുക്കുന്നു അവർക്കും ആർക്ക് കിട്ടുന്നു അവർക്കും, അതാണ് ഡബിൾ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, മേഴ്സി എന്ന് പറയുന്നത് ഒരു ഡബിൾ ബ്ലെസ്സിങ് ആവുന്നതാണ്. ആരാണ് കൊടുക്കുന്നത് അയാൾക്ക് ബ്ലെസ്സിങ് കിട്ടും, ആർക്കാണോ കിട്ടുന്നത് അയാൾക്കും ബ്ലെസ്സിങ് ആണ്, അല്ലേ? അയാൾക്ക് കരുണ കിട്ടിയല്ലോ. സോ ദാറ്റ് ഈസ് എ ഡബിൾ ബ്ലെസ്സിങ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഗ്രേറ്റ് കിങ്സ് ഹാവ് ഓൾവേസ് ഷോൺ മേഴ്സി, അല്ലേ? വലിയ വലിയ രാജാക്കന്മാർ പോലും കരുണ കാണിക്കാറുണ്ട്. ഇറ്റ് വാസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഹിംസെൽഫ്. അത് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്, ഒരു ദൈവത്തിൻ്റെ, നമ്മളുടെ മനസ്സിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ദൈവമാണ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ടാണ്, ഒരു ക്വാളിറ്റിയാണ്, ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കരുണനെ പറയുന്നത്. She asked Shylock to remember that as we all prayed for mercy from God, we were bound to be merciful to our fellow beings. അപ്പോൾ ഷൈലോക്കിനെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ദൈവത്തിൽ നിന്ന് കരുണ കാണിക്കണേ. നമ്മളുടെ ഏത് റിലീജിയനിലെ പ്രെയറിലാണെങ്കിലും ദൈവമേ പ്ലീസ് എന്നോടൊന്ന് കരുണ കാണിക്കൂ, എനിക്കത് ചെയ്തു തരുമോ എന്നൊക്കെ നമ്മൾ പ്രെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രെയർ ചെയ്യുന്ന നമ്മൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മൾ നമ്മുടെ സഹജീവികളോട് കരുണ കാണിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ആ ഒരു കാര്യം ആര് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഓർമ്മപ്പെടുത്തുന്നത്? പോർഷ്യ ഓർമ്മപ്പെടുത്തുകയാണ് ഷൈലോക്കിന്. But Shylock insisted on getting the penalty stated in the bond. എല്ലാം കേട്ടു, പക്ഷെ ഷൈലോക്ക് നിർബന്ധം പിടിക്കുകയാണ്
അതിലെ പെനാൽറ്റി, ബോണ്ടിലുള്ള പെനാൽറ്റി നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുകയാണ്. Is he not able to pay the money? Asked the young lawyer Balthasar. അപ്പോൾ ബൽത്താസർ ചോദിക്കുകയാണ്, പൈസ തിരിച്ചടക്കാൻ കഴിവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. Bassanio then offered him the 3,000 ducats as many times over as he could desire. ആ 3,000 ഡക്കേഴ്സിനൊപ്പം എത്ര ഇരട്ടി വേണോ അത്രത്തോളം തരാമെന്ന് ബസാനിയോ ഓഫർ ചെയ്യുകയാണ്. Yet Shylock refused it. പക്ഷേ ഷൈലോക്ക് അതൊക്കെ നിരാകരിച്ചു. എനിക്ക് വേണ്ട. He still insisted upon having a pound of Antonio's flesh. എനിക്ക് ആന്റോണിയോയുടെ ഫ്ലഷ് മതി എന്ന് തന്നെ വാശി പിടിക്കുകയാണ് ആര്? ഷൈലോക്ക്. The young counselor now wanted Shylock to let her have a look at the bone once again. അപ്പോൾ ആ ബോണ്ട് ഒന്നും കൂടി എനിക്ക് വായിക്കാൻ തന്നം എന്ന് ഷൈലോക്കിനോട് പറയുകയാണ്. When she had read it, she said, "This bond is forfeited, and by this the money lender lawfully claims a pound of flesh to be cut off by him nearest Antonio's hurt." അപ്പോൾ എന്താണ് അത് വായിച്ചിട്ട് പറയുകയാണ്, എന്താണ് ഈ ബോണ്ട് നിലവിൽ വന്നു, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കേണ്ട പെനാൽറ്റി നടപ്പിലാക്കണം. എന്താണ് പെനാൽറ്റി? ദ മണി ലെൻഡർ ലോഫുള്ളി നിയമപരമായിട്ട് ആ പൗണ്ട് ഓഫ് ഫ്ലഷ് ആന്റോണിയോയുടെ എവിടെ നിന്നാണ്? ഹൃദയത്തിന്റെ അടുത്തുനിന്ന്, നിയറസ്റ്റ് ആന്റോണിയസ് ഹാർട്ട്, അവിടെ നിന്ന് എടുക്കാൻ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അവകാശം ആർക്കുണ്ട്? ഷൈലോക്കിനുണ്ട്. Then he said to Shylock, "Be merciful, take the money and bid me tear the bond." അത് കഴിഞ്ഞ് അത് പിന്നെയും വായിച്ചു, അങ്ങനെ അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാൻ കുറച്ചൊന്ന് കരുണ കാണിക്കാമോ? ടേക്ക് ദ മണി, പൈസ എടുത്തോളൂ, ഞാനിത് കീറിക്കളഞ്ഞോട്ടെ, ഈ ബോണ്ട് ഞാൻ കീറിക്കളഞ്ഞോട്ടെ എന്നും കൂടി ചോദിക്കുന്നുണ്ട്. പിന്നെയും പോർഷ്യ പിന്നെയും ചോദിക്കുന്നുണ്ട്. ബട്ട് നോ മേഴ്സി വുഡ് ദ ക്രൂവൽ ഷൈലോക്ക് ഷോ. അപ്പോൾ പക്ഷേ ക്രൂരനായ ഷൈലോക്ക് ഒരു കരുണയും കാണിക്കാൻ റെഡിയല്ല. He said, "By my soul I swear, no man can persuade me to change my mind." എന്താണ് പറയുന്നത്? ബൈ മൈ സോൾ, എൻ്റെ ആത്മാവിന് സത്യം ചെയ്ത് ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യനും എന്നെ പ്രേരിപ്പിക്കാൻ പറ്റില്ല ടു ചേഞ്ച് മൈ മൈൻഡ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനും എന്നെ പ്രേരിപ്പിക്കാൻ പറ്റില്ല, എൻ്റെ മനസ്സ് മാറാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഷൈലോക്കും പറയുന്നുണ്ട്. Now Antonio, said Balthasar, you must prepare your bosom for the knife. അപ്പോൾ ആന്റോണിയോനോട് ബൽത്താസർ പറയാണ്, യു മസ്റ്റ് പ്രിപ്പയർ യുവർ ബോസം. മിസ് ആദ്യം പഠിപ്പിച്ചപ്പോൾ ബോസം ഫ്രണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ മിസ് പറഞ്ഞു ദാറ്റ് ഈസ് എ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ഇവിടെ പിന്നെയും നമുക്ക് ആ വാക്ക് വന്നു അല്ലേ, ബോസം ഇല്ലേ, ബോസം വേർഡ് വന്നില്ലേ. ഇവിടെ എന്താണ്? യു മസ്റ്റ് പ്രിപ്പയർ യുവർ ബോസം ഫോർ ദ നൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? നീ നിന്റെ മാറിടം പ്രിപ്പയർ ചെയ്തോളൂ എന്നാണ്. അവിടെ നിന്ന് മുറിക്കാൻ പോവുകയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ്. സോ അവിടെ നിന്ന് ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാൻ പോവുകയാണ്. സോ പ്രിപ്പയർ, തയ്യാറായിട്ടിരുന്നോളൂ എന്നാണ് ആന്റോണിയോനോട് പറയുന്നത്. കാരണം കുറേ നേരമായിട്ട് പറയുവാണ് കരുണ കാണിക്കൂ, അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല. ഷൈലോക്ക് സമ്മതിക്കില്ല അല്ലേ. അപ്പോൾ ആന്റോണിയോനോട് പറഞ്ഞു. While Shylock was sharpening the long knife and feeling its sharp edge, Balthasar asked Antonio, "Have you got anything to say?" അപ്പോൾ ഷൈലോക്ക് കത്തിക്ക് മുറിച്ചു കിട്ടുവാണ് കേട്ടോ. പിന്നെ അപ്പോൾ ബൽത്താസർ ആന്റോണിയോനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു സേ? എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ആന്റോണിയോ കാംലി സെഡ്, വളരെ കാമായിട്ട് കൂളായിട്ടിരിക്കുവാണ്, മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ കാമായിട്ട് സംസാരിക്കുവാണ്. I have but little to say. എനിക്കുണ്ട് പക്ഷെ കുറച്ചുള്ളൂ പറയാൻ. I have prepared my mind to die. എൻ്റെ മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു, എൻ്റെ മൈൻഡ് തയ്യാറെടുത്ത് കഴിഞ്ഞു, മരിക്കാൻ വേണ്ടി ഞാൻ പൂർണ്ണമായി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, then he turned to Bassanio and said, ബസാനിയോടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, give me your hand Bassanio, നിന്റെ കൈ തരൂ ബസാനിയോ എന്ന് പറയുന്നു. ഫെയർ യു വെൽ, എന്താണ് ഫെയർ യു വെൽ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ, നന്നായിട്ട് പറയട്ടെ എന്ന്. Grieve not that I have fallen into this misfortune for your sake. നീ വിഷമിക്കേണ്ട, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നിർഭാഗ്യത്തിൽ പെട്ടത് എന്ന് നീ വിചാരിക്കരുത്. Tell my regards to your honorable wife and how I had loved you. എന്താണ് എൻ്റെ റിഗാർഡ്സ്, നിന്റെ ഹോണറബിൾ വൈഫ്. വളരെ എന്താണ് സ്ത്രീകളെ നല്ലോണം എന്താണ് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇതിലെ ഓരോ വേർഡും പറഞ്ഞിരിക്കുന്നത്. ടെൽ മൈ റിഗാർഡ്സ് ടു യുവർ ഹോണറബിൾ വൈഫ് ആൻഡ് ഹൗ ഐ ഹാഡ് ലവ്ഡ് യു. നിന്റെ ഭാര്യയോട് എൻ്റെ അന്വേഷണം പറയണം, ഒപ്പം ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിച്ചിരുന്നു എന്നും പറയണം. ഐ ഹാഡ് ലവ്ഡ് യു, ദാറ്റ് ഇസ് എ പാസ്റ്റ് ടെൻസ്. കാരണം എന്താ, നീ മരിക്കാൻ പോവുകയാണല്ലോ അല്ലേ. ഐ ഹാഡ് ലവ്ഡ് യു, മരിച്ചു. ഇൻ ദ ഡീപ്പസ്റ്റ് ആഗണി ബസാനിയോ റിപ്ലൈഡ്. അപ്പോൾ വളരെയധികം യാതനയോടുകൂടെ ബസാനിയോ മറുപടി പറഞ്ഞു. ആന്റോണിയോ, ഐ ആം മാരീഡ് ടു എ വൈഫ് ഹൂ ഈസ് ആസ് ഡിയർ ടു മീ ആസ് ലൈഫ് ഇറ്റ് സെൽഫ്. ഞാനൊരു സ്ത്രീയോട് കല്യാണം കഴിച്ചല്ല, അല്ലെങ്കിൽ ഭാര്യയോട് കല്യാണം കഴിച്ചിരിക്കുകയാണ്,
അവൾ എനിക്ക് എൻ്റെ ജീവിതത്തോളം പ്രിയപ്പെട്ടതാണ്, എൻ്റെ ജീവിതത്തോളം ഒക്കെ പ്രിയപ്പെട്ടതാണ്. ബട്ട് ലൈഫ് ഇറ്റ് സെൽഫ്, പക്ഷെ ജീവിതം പോലും, മൈ വൈഫ് ആൻഡ് ഓൾ ദ വേൾഡ് ആർ നോട്ട് കൺസിഡേർഡ് ബൈ മീ അബവ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന്റെ മുകളിലായിട്ടല്ല ഞാൻ ഇവരെ ഒന്നും കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ ജീവിതം പോലും, എൻ്റെ ജീവൻ പോലും, എൻ്റെ ഭാര്യ പോലും, ഈ ലോകം പോലും നിന്റെ ജീവിതത്തിന് മുകളിലായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. ഐ ആം വില്ലിംഗ് ടു ലൂസ് ഓൾ. ഇതെല്ലാം നഷ്ടപ്പെടാൻ ഞാൻ ഒരുക്കമാണ്. I would sacrifice everything to this devil here to save you. ഞാൻ എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് നിന്നെ രക്ഷിക്കാനായിട്ട്. ആരിൽ നിന്ന്? ഈ ചെകുത്താനിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് ബസാനിയോ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും സ്നേഹം ഒരേ സമയം തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഷൈലോക്ക് നൗ ക്രൈഡ് ഔട്ട് ഇംപേഷ്യൻ്റ്ലി. അപ്പോൾ ഷൈലോക്കിന്റെ ക്ഷമയൊക്കെ നശിച്ചേട്ടാ. വി ആർ വേസ്റ്റിംഗ് ടൈം. നമ്മൾ വെറുതെ സമയം പാഴാക്കണേന്ന്. ഐ പ്രേ പ്രൊനൗൺസ് ദ സെന്റൻസ്. എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിധി നടപ്പിലാക്കാൻ വേണ്ടി. അതാണ് പ്രൊനൗൺസ് ദ സെന്റൻസ് എന്ന് പറഞ്ഞാൽ വിധി നടപ്പിലാക്കാൻ. വെറുതെ എന്തിനാണ് കുറെ നേരം ഈ കരുണ അതും ഇതൊക്കെ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യണത്. എവ്രി ഹാർട്ട് വാസ് ഫുൾ ഓഫ് ഗ്രീഫ് ഫോർ ആന്റോണിയോ. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിലും സങ്കടം മാത്രമായി. കാരണം ആന്റോണിയോ എന്ന് പറയുന്നത് നമ്മളുടെ കഥയിൽ പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും കരുണയുള്ള മനുഷ്യൻ, ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും കരുണയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സങ്കടമായിട്ട്. As the judgment was going to be announced, the young lawyer asked Shylock if there were balances to weigh the flesh. അപ്പോൾ ജഡ്ജ്മെന്റ് നടപ്പിലാക്കാം, അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ആര്? ജഡ്ജി. അപ്പോൾ യങ് ലോയർ ചോദിക്കുകയാണ് ബാലൻസസ് ഉണ്ടാകുന്നു. ബാലൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂക്കി നോക്കണ്ടേ? പൗണ്ട് ഓഫ് ഫ്ലഷ് ആണ് എടുക്കേണ്ടത്. ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ബാലൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഷൈലോക്ക് സെഡ് ദാറ്റ് ഹി ഹാഡ് ദം റെഡി. അപ്പോൾ ഷൈലോക്ക് പറഞ്ഞു അതൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. The lawyer also asked him if he had called a doctor lest Antonio bleeds to death. അപ്പോൾ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടാന്ന്, ആന്റോണിയോ ബ്ലീഡ് ചെയ്ത് മരിച്ചു പോയാലോ, അപ്പോൾ അതുകൊണ്ടിട്ട് ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഷൈലോക്ക് സെഡ് നോ ആൻഡ് ആഡഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിട്ടൺ ഇൻ ദ ബോണ്ട്. ഷൈലോക്ക് പറഞ്ഞു ഇല്ല, വിളിച്ചിട്ടില്ല, കാരണം അത് ബോണ്ടിൽ എഴുതിയിട്ടില്ല. ഡോക്ടറിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ബോണ്ടിൽ. ബോണ്ടിൽ എന്താണ്? ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. Balthazar replied, "It is not so named in the bond, but what of that?" അതിനെന്താ? ബോണ്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ? It was good if you did so much for the sake of charity. പക്ഷെ അത് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഒരു ഡോക്ടറിനെ വിളിക്കേണ്ടതായിരുന്നില്ലേ? കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ യു ആർ ഡൂയിങ് ദാറ്റ് ക്രൂവലിറ്റി. അപ്പോൾ അത്രയെങ്കിലും ചാരിറ്റിയുടെ പേരിൽ അത്രയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കും. To this Shylock answered, I cannot find it. It is not in the bond. അപ്പോൾ അതിന് ഷൈലോക്ക് മറുപടി പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് അത് കാണാൻ പറ്റുന്നില്ല, കാരണം അത് ബോണ്ടിൽ ഇല്ല, ബോണ്ടിൽ എഴുതി ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. Then said Balthazar, a pound of Antonio's flesh is yours. The law allows it and the court awards it. അപ്പോൾ ബൽത്താസർ പറയാണ് a pound of Antonio's flesh is yours. ആന്റോണിയോയുടെ ഒരു പൗണ്ട് ഫ്ലഷ് നിനക്കുള്ളതാണ്. ദ ലോ അലൗസ് ഇറ്റ്. നിയമം നിനക്ക് അനുവദിക്കുന്നുണ്ട്. കോർട്ട് അവാർഡ്സ് ഇറ്റ്. കോർട്ട് നിനക്കത് സമ്മതിച്ച് തരികയും ചെയ്യുന്നു. ആൻഡ് യു മേ കട്ട് ദിസ് ഫ്ലഷ് ഫ്രം ഓഫ് ഹിസ് ചെസ്റ്റ്. അപ്പോൾ ചെസ്റ്റീന്ന് തന്നെ അത് കട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ബട്ട് ദിസ് ബോണ്ട് ഹിയർ ഗിവ്സ് യു നോ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. എന്താണ് പറയുന്നത്? പക്ഷേ ഈ ബോണ്ടിൽ ഒരു തുള്ളി രക്തം നിനക്ക് എഴുതി തന്നിട്ടില്ല. കാരണം ഡോക്ടറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് ഇതിൽ ബോണ്ടിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ബോണ്ടിൽ എന്താണ് എഴുതിക്കുന്നത്? ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് ഉണ്ട്, പക്ഷെ ഒരു തുള്ളി രക്തം പോലും നിനക്ക് എഴുതി തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. The words clearly are a pound of flesh. വാക്കുകൾ വ്യക്തമാണ്, ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. If in cutting off the pound of flesh you shed one drop of Antonio's blood, your lands and goods are by the law to be confiscated to the state of Venice. എന്താ പറയുന്നത്? If in cutting off the pound of flesh you shed one drop of Antonio's blood, ആ പൗണ്ട് ഓഫ് ഫ്ലഷ് കട്ട് ചെയ്യുമ്പോൾ ഒരു തുള്ളി രക്തം പോലും ആന്റോണിയോയുടെ താഴെ വീണാൽ, ഒരു തുള്ളി രക്തം കേട്ടാ, കുറെ രക്തത്തിന്റെ കണക്കൊന്നല്ല, ഒരൊറ്റ തുള്ളി പോലും താഴെ വീണ് കഴിഞ്ഞാൽ നിന്റെ ഭൂമി, നിന്റെ സ്ഥലങ്ങൾ, നിന്റെ സാധനങ്ങൾ എല്ലാം ആർക്കാണ് കോൺഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടുക. ആർക്ക്? സ്റ്റേറ്റ് ഓഫ് വെനിസിനെ കണ്ടുകെട്ടുന്നതായിരിക്കും. അണ്ടർസ്റ്റുഡ്?
എന്താണ് ആ ബോണ്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പൗണ്ട് ഓഫ് ഫ്ലഷ് ആണ്, ബ്ലഡ് അല്ല. സോ ഇഫ് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഈവൺ എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഇസ് ഷെഡ് ഫ്രം ആന്റോണിയസ് ബോഡി, all the things എന്താണ്, ലാൻഡ് ആവട്ടെ, ഗുഡ്സ് ആവട്ടെ, വാട്ട് എവർ Shylock has will be confiscated to the state of Venice. Confiscated. Okay, മനസ്സിലായല്ലോ. Hearing this, Shylock was totally confused. ഇത് കേട്ടപ്പോൾ ഷൈലോക്കിന് കൺഫ്യൂഷനായി. It was utterly impossible for Shylock to cut off the pound of flesh without shedding some of Antonia's blood. നടക്കുന്ന കാര്യം വല്ലതും അല്ലേ, പൗണ്ട് ഓഫ് ഫ്ലഷ് കട്ട് ചെയ്യാം, പക്ഷെ ഒരു തുള്ളി രക്തം പോലും പൊടിയാൻ പാടില്ലെന്ന്. ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ എങ്ങനെയാണ് ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ്, ഒരു മനുഷ്യന്റെ ബോഡി, ഏതോട്ടെ ഈവൻ ഏത് ജീവജാലങ്ങളുടെ ബോഡിയിൽ നിന്നും ഒരു തുള്ളി രക്തം വരാതെ ഫ്ലഷ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ, അട്ടോർലി ഇമ്പോസിബിൾ. ദിസ് വാസ് വൈസ് ഡിസ്കവറി ഓഫ് ബെൽത്താസർ സേവ് ദ ലൈഫ് ഓഫ് ആന്റോണിയോ. ഈ ഡിസ്കവറി, ഈ കണ്ടുപിടുത്തം, ആരെയാണ് ബെൽത്താസറിന്റെ ഈ കണ്ടുപിടുത്തം ആന്റോണിയോയുടെ ജീവൻ രക്ഷിക്കുകയാണ് അല്ലേ. ദ ട്വിസ്റ്റ് മിസ് പറഞ്ഞില്ലേ, ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്റ്റോറിയാന്ന് പറഞ്ഞില്ലേ. സ്റ്റാർട്ടിങ്ങിലെ മിസ് പറഞ്ഞു സൂപ്പർ സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ പൗണ്ട് ഓഫ് ഫ്ലഷ് കട്ട് ചെയ്യാം, പക്ഷെ ബ്ലഡ് പോകാൻ പാടില്ല. സോ ഓപ്ഷൻ ഉണ്ടോ, കട്ട് ചെയ്യാൻ പറ്റുമോ? All admired the wonderful sagacity of the young counselor. അപ്പോൾ എല്ലാവരും തന്നെ ഈ യങ് ലോയറിന്റെ, ഈ വക്കീലിന്റെ വിവേകം, സഗാസിറ്റി എന്ന് പറഞ്ഞാൽ വിവേകമാണ്, അറിവ് അല്ലേ, പുകഴ്ത്തി. Finding himself defeated in his cruel intent, Shylock said with a disappointed look that he was ready to take the money. അപ്പോൾ എന്താണ്, സ്വയം തോറ്റു എന്ന് മനസ്സിലായി. തൻ്റെ ക്രൂവൽ ഇൻറ്റൻറ്റിൽ, തൻ്റെ ക്രൂരമായ ആ ഒരു ലക്ഷ്യത്തിൽ സ്വയം തോറ്റുപോയോ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഷൈലോക്ക് നിരാശയോടുകൂടെ പറയാണ്, ഞാൻ പൈസ എടുക്കാൻ റെഡിയാണ്. എന്താണ് പറയുന്നത്? ഞാൻ പൈസ, എനിക്ക് ഇനി പൈസ തന്നാൽ മതി, എനിക്ക് പൈസ മതി. ഇത്രയും നേരം പൈസ തരട്ടെ 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 എന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ ആള് ഇപ്പൊ പറയാണ്, പൈസ തന്നാൽ മതി, എനിക്ക് പൈസ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പൈസ തന്നാൽ മതി. Rejoiced beyond measure at Antonia's unexpected deliverance, Bassanio cried out, "Here is the money." അപ്പോൾ ആന്റോണിയോ രക്ഷപ്പെട്ട സന്തോഷത്തോടെ നിൽക്കുകയാണ് ബസാനിയോ. അപ്പോൾ ബസാനിയോ സന്തോഷത്തോടെ പറയാണ്, ഹിയർ ഇസ് ദ മണി, എന്നാ പൈസ എടുത്തോ, അവിടെ കൊടുക്കാൻ റെഡിയാണ്. കണ്ടോ, എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഇറ്റ് ഷോസ് ദാറ്റ് ഹി ഈസ് വെരി വെരി ഹാപ്പി. എൻ്റെ ഫ്രണ്ട് രക്ഷപ്പെട്ടു, മരണത്തിന്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് രക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ബസാനിയോ. അപ്പോൾ ബസാനിയോ പറയാണ്, പൈസ എടുത്തോളൂ എന്ന് പറയാണ്. But Portia stopped him, saying, "Slowly, there is no haste. The moneylender shall have nothing but the penalty." അപ്പോൾ പോർഷ്യ പറഞ്ഞു, സ്റ്റോപ്ഡ് him, കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, സ്ലോലി, ദർ ഇസ് നോ ഹേസ്റ്റ്, തിടുക്കൊന്നും വേണ്ട. ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ തിടുക്കം വേണ്ട. ദ മണി ലെൻഡർ ഷാൽ ഹാവ് നത്തിങ് ബട്ട് ദ പെനാലിറ്റി. ആ മണി ലെൻഡറിന് പെനാലിറ്റി മാത്രമേ കിട്ടുള്ളൂ, പൈസ കിട്ടില്ല. പെനാലിറ്റി എന്താ? പൗണ്ട് ഓഫ് ഫ്ലഷ്, അത് മാത്രമേ ഉള്ളൂ. Therefore prepare, Shylock, cut off the flesh, but mind you, shed not a drop of blood. എന്താണ് പെനാലിറ്റി തരാമെന്ന്? പെനാലിറ്റി പൗണ്ട് ഓഫ് ഫ്ലഷ് ആണ്. അപ്പോൾ therefore prepare, ഷൈലോക്കെ പ്രിപ്പയർ ആയിട്ടിരുന്നോളൂ, പൗണ്ട് ഓഫ് ഫ്ലഷ് എടുത്തോളൂ, പക്ഷേ ബ്ലഡ് വീഴാൻ പാടില്ല. If you make a mistake, you are condemned by the laws of Venice to die, and all your wealth is forfeited to the state. എന്താണ്? എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിക്കഴിഞ്ഞാൽ ഈ നീ റെഡി ആയിക്കോ. എന്തിനാണ്? ആർ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ അപലപിച്ചു, എന്താണ്, മരിക്കാൻ റെഡി ആയിക്കാൻ ഓൾ യുവർ വെൽത്ത്, നിന്റെ എല്ലാ സമ്പത്തും ആർക്ക് അവകാശപ്പെട്ടതായിരിക്കും? സ്റ്റേറ്റിന് അവകാശപ്പെട്ടതായിരിക്കും. സോ ബി റെഡി ടു ഡൈ. ഇഫ് യു ഡോണ്ട് വാണ്ട് ദ പെനാലിറ്റി, ബി റെഡി ടു ഡൈ. എന്നിട്ട് എന്താണ് ചെയ്തോളാം. പെനാൽറ്റി വേണം അല്ലെ, പെനാൽറ്റി എടുത്തോ, പക്ഷെ ബ്ലഡ് വീഴ്ത്താൻ പാടില്ല. ബ്ലഡ് വീഴ്ത്തി കഴിഞ്ഞാൽ നീ എന്താണ്, നിന്നെയും കൊല്ലും. എന്നിട്ട് എന്താണ്, നിന്റെ വെൽത്ത് മുഴുവൻ ആർക്കാണ്? സ്റ്റേറ്റിന് അവകാശമായി കിട്ടുമെന്നാണ് പറയുന്നത്. ഗീവ് മീ മൈ മണി ആൻഡ് ലെറ്റ് മീ ഗോ, സെഡ് ഷൈലോക്ക്. എനിക്ക് എൻ്റെ പൈസ തന്നാൽ മതി, എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് ഷൈലോക്ക് പറയുന്നു. ഐ ഹാവ് ഇറ്റ് റെഡി ഹിയർ, സെഡ് ബസാനിയോ. ഞാനിതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ബസാനിയോയും പറയുന്നുണ്ട്. ഓക്കെ, ഷൈലോക്ക് വാസ് ഗോയിങ് ടു ടേക്ക് ദ മണി. അപ്പോൾ ഷൈലോക്ക് പൈസ എടുക്കാൻ പോവുമായിരുന്നു. പോർഷ്യ അഗെയിൻ സ്റ്റോപ്ഡ് ഹിം, സേയിങ്, വെയിറ്റ്. പോർഷ്യ പിന്നെയും നിർത്തി, എന്നിട്ട് പറഞ്ഞു, വെയിറ്റ്, കാത്തിരിക്കൂ, വെയിറ്റ്, ക്ഷമ അല്ലേ. ഐ ഹാവ് യെറ്റ് അനദർ ഹോൾഡ് അപ്പോൺ യു. എനിക്ക് വേറൊരു കാര്യവും കൂടി പറയാനുണ്ട്. ഹോൾഡ് അപ്പോൺ യു എന്ന് പറഞ്ഞാൽ വേറൊരു വാദവും കൂടെ. ബൈ ദ ലോസ് ഓഫ് വെനിസ് യുവർ വെൽത്ത് ഇസ് ഫോർഫിറ്റഡ് ടു ദ സ്റ്റേറ്റ് ഫോർ ഹാവിംഗ് കോൺസ്പയർഡ് അഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് വൺ ഓഫ് ഹിസ് സിറ്റിസൺസ് ആൻഡ് യുവർ ലൈഫ് ലൈസ് അറ്റ് ദ mercy ഓഫ് ദ ഡൂക്ക്.
അപ്പോൾ വെനീസിന്റെ നിയമപ്രകാരം എനിക്കൊരു കാര്യം പറയാനുള്ളത്, യുവർ വെൽത്ത് ഈസ് ഫോർഫെറ്റഡ് ടു ദ സ്റ്റേറ്റ്. നിന്റെ സ്വത്ത് മുഴുവൻ ആർക്കാണ്? സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണ്. കാരണം എന്താണ്? ആ സ്റ്റേറ്റിലെ ഒരു സിറ്റിസനെതിരെ ഗൂഢാലോചന നടത്തി ഉറപ്പായിരുന്നു ആ ബോണ്ട് എഴുതിക്കുമ്പോൾ, ഇൻ കേസ് ദ മണി ഈസ് നോട്ട് ഗോട്ട് ബാക്ക്, കൊല്ലും എന്നുള്ളത് അല്ലെ. അപ്പോൾ ഗൂഢാലോചന നടത്തിയത് കൊണ്ടിട്ട് ലൈഫ് ഓഫ് വൺ ഓഫ് ഇറ്റ് സിറ്റിസൻസ്, ഓരോ സിറ്റിസൻസിന്റെ ജീവനും വിലയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഗൂഢാലോചന നടത്തിയത് കൊണ്ട് തന്നെ നിന്റെ വെൽത്ത് മുഴുവൻ സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണ്. ആൻഡ് യുവർ ലൈഫ് ലൈസ്, നിന്റെ ജീവൻ ഇപ്പോ ഡൂക്കിന്റെ മേഴ്സിക്ക് നിൽക്കുവാണെന്ന്. ഡൂക്കാണ് നിന്റെ ജീവൻ തരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടതെന്നാണ് പോർഷ്യ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും നേരം പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മനസ്സിലായി പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ബ്ലഡ് ഡ്രോപ്പ് ചെയ്യാൻ ഇല്ല ബോണ്ടില്. അപ്പോൾ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പൈസ സ്വീകരിക്കാം എന്ന് പറയുന്നു. പൈസ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ അപ്പോൾ പൈസ കൊടുക്കാൻ പോർഷ്യ റെഡിയല്ല. പോർഷ്യ പറയുന്നത്, ഒരു സിറ്റിസന് ഗൂഢാലോചന നടത്തിയെങ്കിൽ അതിനെതിരെ ലോ ഓഫ് വെനീസിന്റെ നിയമപ്രകാരം നിയമം കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല, ഗൂഢാലോചന നടത്താൻ പറ്റില്ല. ഒരാളെ കൊല്ലും എന്നുള്ള കറക്റ്റ് ഗൂഢാലോചനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വെൽത്തും സ്റ്റേറ്റിനാണ്. ഒപ്പം നിന്റെ ജീവൻ പോലും ഇപ്പൊ ഡൂക്കിന്റെ കരുണയിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സോ ഇവിടെ അത്യാഗ്രഹം മൂത്ത് കഴിഞ്ഞാൽ ഇതാണ് ആപത്ത് എന്നുള്ളത് പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അത്യാഗ്രഹം ആപത്ത് എന്ന് പലപ്പോഴായിട്ട് പല ഈസോപ്പ് ടെയിൽസിലും എല്ലാത്തിലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ സ്റ്റോറി പറയുന്നതും അത് തന്നെയാണ് അല്ലേ. Therefore, down on your knees and ask him to pardon you. അപ്പൊ എന്താണ്, മുട്ടുകുത്തിയിട്ട് ക്ഷമയാചിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ മീൻസ് ലൈക്ക് എന്താണ്, ഒരു വലിയൊരു പാഠമാണല്ലേ. നമ്മൾ ഇത്രയും നേരം പൈസ വെച്ച് നീട്ടിയപ്പോൾ വേണ്ടായിരുന്നു, ഇപ്പൊ കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ, പൗണ്ട് ഓഫ് ഫ്ലഷ് കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൈസ ആണെന്ന്. പക്ഷെ നല്ല അടിപൊളി വക്കീലാണെന്നൊക്കെ പറയാം. ഒരു സിനിമ കാണുമ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് വിസിലടിക്കും. അത്രയും നല്ലൊരു ട്വിസ്റ്റാണ്. ഇപ്പൊ പൈസയും ഇല്ല, ഇനി ഉള്ള പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ പാടൻ, ഒരു ജീവൻ പോലും വേണമെന്നുണ്ടെങ്കിൽ ഡൂക്കിനോട് മേഴ്സി, ഇത്രയും നേരം കൊടുക്കാത്ത സാധനം ഇപ്പൊ യാചിക്കുക. നമ്മൾ പറയില്ലേ, കർമ്മ ഇസ് കമ്മിങ് ബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ ആണ് എന്തായാലും ഉള്ളത്. The Duke then said to Shylock, "You may see the difference of our belief in God. I pardon you your life before you ask it." അപ്പൊ ഡൂക്ക് ഷൈലോക്കിനോട് പറയാണ്, നീ ഇതിന്റെ വ്യത്യാസം കാണണം, ഞങ്ങൾക്ക് ദൈവത്തിലുള്ള വ്യത്യാസം നീ കാണണം. ഐ പാർഡൻ യു യുവർ ലൈഫ് ബിഫോർ യു ആസ്ക് ഇറ്റ്. നീ എന്നോട്, കാരണം ഷൈലോക്കിനോട് മുട്ടിൽ കുത്തിയിട്ട് യാചിക്കാൻ പറയുന്നേ ഉള്ളൂ, ഷൈലോക്ക് അത് ചെയ്യുന്നില്ല. അപ്പോൾക്കും ഡൂക്ക് റിപ്ലൈ പറയുകയാണ്, എന്താണ്, ഞങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള വ്യത്യാസം നീ കാണണം. എന്താണ്, ഞാൻ നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു തരികയാണ്, നീ അതിനു മുമ്പ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെയാണ്. മനസ്സിലായില്ലേ? നീ ചോദിക്കണ്ട, അതിനു മുമ്പ് ഞാൻ നിന്റെ ജീവൻ നിനക്ക് തരികയാണ്. ഹാഫ് ഓഫ് യുവർ വെൽത്ത് ബിലോങ്സ് ടു ആന്റോണിയോ. നിന്റെ പകുതി സ്വത്ത് ആന്റോണിയോക്ക്. ദ അതർ ഹാഫ് കംസ് ടു ദ സ്റ്റേറ്റ്. പകുതി സ്വത്ത് സ്റ്റേറ്റിന്. ഓക്കെ, അപ്പൊ മുഴുവൻ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ജീവൻ മാത്രമാണ് കിട്ടിയേക്കണം. ദ ഡൂക്ക് നൗ റിലീസ്ഡ് ആന്റോണിയോ ആൻഡ് ഡിസ്മിസ്ഡ് ദ കോർട്ട്. അപ്പൊ എന്താണ്, നിന്റെ പകുതി സ്വത്ത് ആന്റോണിയോക്കും പകുതി സ്വത്ത് സ്റ്റേറ്റിനും എന്ന് പറഞ്ഞ് കോടതി പിരിച്ചുവിടുകയാണ്. ആന്റോണിയോനെ റിലീസ് ചെയ്തു. കാരണം ബോണ്ട് ഇസ് നോ വാലിഡ്. ഇനി തുടങ്ങി ആ ബോണ്ട് നിലവിലില്ല അല്ലെ. ബോണ്ടിനെ അസാധുവാക്കിയിട്ട് കോടതി പിരിച്ചുവിടുകയാണ്. ഒപ്പം ആന്റോണിയോക്ക് ഒരുപാട് സ്വത്ത് കിട്ടി. ആരുടെ? പകുതി സ്വത്ത് ഓഫ് ഷൈലോക്ക് കിട്ടി, ഷൈലോക്കിന്റെ കിട്ടി. കാരണം ഓൾറെഡി എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുവാണല്ലോ, ഷിപ്പൊക്കെ പോയി നഷ്ടപ്പെട്ട് നിൽക്കുവാണ്. എന്നിട്ട് കോടതി പിരിച്ചുവിട്ടു. ഓക്കെ. He then highly praised the wisdom and ingenuity of the young counselor and invited him home to dinner. അപ്പോൾ ആരാണ് ഈ ബസാനിയോ? ബൽത്താസറിന്റെ, നമ്മുടെ ഇവിടെ ബൽത്താസർ ആയിട്ടാണല്ലോ, പോർഷ്യ അല്ലേ. ബൽത്താസറും പോർഷ്യ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ബൽത്താസറിന്റെ ആ വിസ്ഡം, വിവരം, അറിവിനെ എന്താണ്, ഇൻജെനുവിനിറ്റി എന്ന് പറഞ്ഞാൽ ചാതുര്യം, കൗൺസിലറിന്റെ എന്താണ്, പ്രൈസ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും അങ്ങനെ. എന്നിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്, ഡിന്നർ കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ബട്ട് പോർഷ്യ, ഹു മെന്റ് ടു റിട്ടേൺ ടു ബെൽമൻ ബിഫോർ ഹർ ഹസ്ബൻഡ് റിഫ്യൂസ് ദ ഇൻവിറ്റേഷൻ പൊളൈറ്റ്ലി. അപ്പൊ എന്താണ്, പോർഷ്യ പറയുന്നു, വേണ്ട, ഞാൻ വരുന്നില്ല. കാരണം എന്താണ്, യു മെന്റ് ടു റിട്ടേൺ ടു ബിഫോർ എ ഹസ്ബൻഡ് അല്ലേ. ഹസ്ബൻഡ് തിരിച്ച് ബെൽമനിൽ എത്തണേക്ക് മുമ്പ് പോർഷ്യക്ക് അവിടെ എത്തണം. അതുകൊണ്ടിട്ട് ആ ഇൻവിറ്റേഷൻ എന്താണ്, പൊളൈറ്റ്ലി, നല്ലോണം വിനയത്തോടെയാണ് അത് വേണ്ട, ഇല്ല വരാൻ പറ്റില്ല, ഇങ്ങനെ പോകേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ വന്നില്ല അങ്ങനെയൊന്നുമല്ല. ദാറ്റ് ഈസ് വാട്ട്
പൊളൈറ്റ്ലി ആണ് ആ റെഫ്യൂസ് ചെയ്യുന്നത്. When the Duke left the court, Bassanio said to Balthasar, "Most worthy gentleman, I and my friend Antonio have been acquitted of grievous penalties by your wisdom, and I beg you to accept the 3,000 ducats due to Shylock." അപ്പോൾ ഡൂക്ക് കോടതി വിട്ടുപോയി. അപ്പോൾ ഡൂക്കിൻ്റെ ഇൻവിറ്റേഷൻ ബൽത്താസർ നിരാകരിച്ചു. ഡൂക്ക് പോയി കഴിയുമ്പോൾ ബൽത്താസറിൻ്റെ അടുത്ത് ബസാനിയോ ചെല്ലുവാണ്. എന്നിട്ട് പറയാണ്, മോസ്റ്റ് വർത്തി ജെന്റിൽമാൻ, ഏറ്റവും വിലയുള്ള ജെന്റിൽമാൻ. കാരണം വേഷം മാറിയിട്ടാണോ ഭാര്യയാണ് നിൽക്കുന്നതെന്ന് അറിയുന്നില്ല, വേഷം മാറിയിട്ടാണ്. ഐ ആൻഡ് മൈ ഫ്രണ്ട് ആന്റോണിയോ ഹാവ് ബീൻ അക്വൈറ്റഡ് എന്ന് വെച്ചാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു അല്ലെ, ഓഫ് ഗ്രീവിയസ് പെനാൽറ്റീസ് ബൈ യുവർ വിസ്ഡം, നിന്റെ അറിവ് കൊണ്ട്, നിന്റെ വിജ്ഞാനം കൊണ്ട്, നിന്റെ ബുദ്ധി കൊണ്ടിട്ട് ഞങ്ങൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു. അപ്പോൾ ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ഐ ബെഗ് യു ടു അക്സെപ്റ്റ് ദ 3,000 ഡെക്കറ്റ്സ് ഡ്യൂ ടു ഷൈലോക്ക്. ഷൈലോക്കിന് കൊടുക്കേണ്ടിയിരുന്ന ആ 3,000 ഡെക്കറ്റ്സ് നിന്റെ ഫീസായിട്ട് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ നീ വാങ്ങിക്കണമെന്ന് ബെഗ് ചെയ്യണം, അപേക്ഷിക്കുകയാണെന്നാണ് പറയുന്നത്. ബട്ട് പോർഷ്യ വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ മണി. പോർഷ്യ പറയാണ്, വേണ്ട, എനിക്ക് പൈസയൊന്നും വേണ്ട. ബസാനിയോ അഗെയിൻ പ്രസ്ഡ് ബൽത്താസർ ടു അക്സെപ്റ്റ് സം റിവാർഡ്. അപ്പോൾ ബസാനിയോ വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും സ്വീകരിക്കണം, എന്തെങ്കിലും ഒന്ന് റിവാർഡായിട്ട് സ്വീകരിക്കണം, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, അങ്ങനെ നമ്മൾ പറയുമല്ലോ. ഇറ്റ് കെയിം ഇൻ ടു പോർഷ്യാസ് മൈൻഡ് ടു പ്ലേ എ ട്രിക്ക് അപ്പോൺ ഹർ ഹസ്ബൻഡ്. അപ്പോൾ പോർഷ്യ വിചാരിക്കുകയാണ്, എന്നാ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് പറ്റിക്കാം, അല്ലെങ്കിൽ ഒരു ട്രിക്ക് കളിക്കാം. എന്താണ് ആ ട്രിക്ക്? ഷീ സെഡ്, ഗീവ് മീ യുവർ റിംഗ്, ഐ വിൽ വെയർ ഇറ്റ് ഫോർ യുവർ സേക്ക്. പോർഷ്യ പറയുകയാണ്, പോർഷ്യ അല്ലല്ലോ, ബൽത്താസർ പറയുകയാണ്, നിന്റെ മോതിരം ഇങ്ങോട്ട് തരൂ, ഞാൻ നിനക്ക് വേണ്ടി അത് ധരിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. ഓക്കെ, എന്തായിരിക്കും മറുപടി? Bassanio was distressed when the counselor asked him the only thing he could not part with. ഒരിക്കലും പിരിയാൻ പറ്റാത്ത, ഒരിക്കലും കൈമാറാൻ പറ്റാത്ത, ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതാണ് മോതിരം. ആ സാധനം തന്നെ ബൽത്താസർ ചോദിച്ചപ്പോൾ, കൗൺസിലർ ചോദിച്ചപ്പോൾ ബസാനിയോ ഡിസ്ട്രസ്ഡ് എന്ന് പറഞ്ഞാൽ സങ്കടം വന്നു അല്ലേ, എന്താ സ്ട്രെസ്ഡായി ആള്. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ഗീവ് ഹിം ദ റിംഗ് ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് വൈഫ് ഗിഫ്റ്റ്. അപ്പം മറുപടി പറയുന്നുണ്ട്, എനിക്കിത് തരാൻ പറ്റില്ല, കാരണം ഇതെൻ്റെ ഭാര്യയുടെ സമ്മാനമാണ്, ഇതെനിക്കൊരിക്കലും തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഹി ഹാഡ് പ്രോമിസ്ഡ് ഹി നെവർ ടു പാർട്ട് വിത്ത് ഇറ്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്തതാണ്, ഇതൊരിക്കലും ഞാൻ കളയില്ല, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യില്ല, ആർക്കും കൊടുക്കില്ല എന്ന് ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് ഇത് മാത്രം എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. അറ്റ് ദിസ് പോർഷ്യ പ്രിറ്റൻഡഡ് ടു ബി ഒഫൻഡഡ് ആൻഡ് ലെഫ്റ്റ് ദ കോർട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പോർഷ്യ പ്രിറ്റൻഡ് ചെയ്യണം, പോർഷ്യ അഭിനയിക്കുകയാണല്ലോ, പോർഷ്യ പ്രിറ്റൻഡ് ചെയ്തു, എന്താണ്, ഒഫൻഡ് ചെയ്തു, മീൻസ് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളൊരു ദേഷ്യത്തോടെ കോടതി വിട്ട് പോർഷ്യ പോകുകയാണ്. ഓക്കെ, ഡിയർ ബസാനിയോ സെഡ് ആന്റോണിയോ, ലെറ്റ് ഹിം ഹാവ് ദ റിംഗ്. അപ്പോൾ ബസാനിയോനോട് ആന്റോണിയോ പറയാണ്, അവന് ആ മോതിരം കൊടുക്കൂ. ലെറ്റ് മൈ ലവ് ആൻഡ് ദ ഗ്രേറ്റ് സർവീസ് ഹി ഹാഡ് ഡൺ ഫോർ മീ ബി വാല്യൂഡ് അഗെയിൻസ്റ്റ് യുവർ വൈഫ്സ് ഡിസ്പ്ലഷർ. എൻ്റെ സ്നേഹവും അവൻ ചെയ്ത സർവീസിന് ഒരു പകരമായിട്ട് അവൻ ചോദിച്ചൊരു കാര്യം, അതിന് വാല്യൂ കൊടുക്കാൻ, ആ മോതിരത്തിനേക്കാൾ വാല്യൂ കൊടുക്കാൻ. നിന്റെ വൈഫിന് ഡിസ്പ്ലഷർ എന്ന് പറയുമ്പോൾ നിന്റെ വൈഫിന് അസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ സ്നേഹത്തിനും അവൻ ചെയ്തു തന്ന ആ സർവീസിനും വാല്യൂ കൊടുക്കാൻ പറയുകയാണ്. അഷെയിം ടു സീം അൺഗ്രേറ്റ്ഫുൾ. കാരണം ഇത്രയും സഹായിച്ച ഒരു കൂട്ടുകാരനാണ് പറയുന്നത്, എൻ്റെ സ്നേഹത്തിനും അവൻ ചെയ്ത സർവീസിനും വാല്യൂ കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് നന്ദികേട് കാണിക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ബസാനിയോ നാണക്കേട് തോന്നി, ഞാൻ നന്ദികേട് കാണിച്ചോ എന്നൊരു തോന്നൽ വന്നപ്പോൾ ബസാനിയോ ഈൽഡഡ് ആൻഡ് സെൻഡ് ദ റിംഗ് ടു ബൽത്താസർ. ബസാനിയോ ഈൽഡഡ് എന്ന് പറഞ്ഞാൽ വഴങ്ങിയിട്ട് ആ റിംഗ് കൊണ്ടേ ബൽത്താസറിന് കൊടുക്കുകയാണ്. ഓക്കെ, ബൽത്താസറിന് റിംഗ് കൊണ്ട് കൊടുത്തു. പോർഷ്യ റിട്ടേർഡ് ഹോം ഹാപ്പിലി ഹാവിംഗ് പെർഫോംഡ് എ ഗുഡ് ആക്ഷൻ. അപ്പോൾ പോർഷ്യ സന്തോഷത്തോടെ വീട്ടിലെത്തി. കാരണം ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച് ഒരു കാര്യം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ, 2 കാര്യങ്ങൾ നേടി ആക്ച്വലി. എന്താണ്, ആന്റോണിയെ രക്ഷിക്കുകയും ചെയ്ത് ബസാനിയോനെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അറ്റ് ബെൽമണ്ട് ഷി വെയിറ്റഡ് ഫോർ എ ഹസ്ബൻഡ്. അപ്പോൾ ബെൽമണ്ടിൽ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെൻ ബസാനിയോ അറൈവ്ഡ് അക്കംപനീഡ് ബൈ ആന്റോണിയോ, a eyes immediately fell upon his empty fingers and she asked him about his wedding ring. അപ്പോൾ എന്താണ്, ബസാനിയോ ആന്റോണിയോയുടെ കൂടെയാണ്, അക്കംപനീഡ് ബൈ ആന്റോണിയോ ആണ്, ആന്റോണിയോയുടെ കൂടെ എത്തി. അപ്പോൾ കണ്ണ് പോർഷ്യയുടെ കണ്ണ് എവിടെയാണ് പോയത്? കയ്യിലോട്ടാണ്, എംപ്റ്റി ഫിംഗേഴ്സിലോട്ടാണ് പോയത്. എന്നിട്ട് ചോദിച്ചു, എവിടെ വെഡ്ഡിങ് റിംഗ് എവിടെ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഐ ഗേവ് ഇറ്റ് ടു ദ ലോയർ ഹൂ സേവ്ഡ് ആന്റോണിയോസ് ലൈഫ്, ബസാനിയോ സെഡ്. ബസാനിയോ
ഉത്തരം പറഞ്ഞു, ഞാൻ ആന്റോണിയോനെ സഹായിച്ച, ആന്റോണിയോയുടെ ജീവൻ രക്ഷിച്ച ആ വക്കീലിന് റിങ് കൊടുത്തു എന്ന് പറഞ്ഞു. Hearing this, Portia looked very angry and reproached Bassanio. എന്താണ് ഇത് കേട്ടപ്പോൾ പോർഷ്യക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് റിപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു, ബസാനിയനെ ആക്ഷേപിക്കുകയാണ്. റിപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഷീ സെഡ്, നോ യു ലൈ, ഇല്ല നിങ്ങൾ നുണ പറയാണ്. യു ഗേവ് ഇറ്റ് ടു സം അതർ വുമൺ, എന്താണ് നിങ്ങൾ വേറെ ഏതോ സ്ത്രീക്കാണത് കൊടുത്തത്. He said with great earnestness, ഇല്ല വളരെയധികം ആത്മാർത്ഥതയോടെ, earnestness എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയാണ്. No, 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 no woman had it, ഇല്ല ഒരു പെണ്ണിന്റെ കയ്യിലും അതില്ല. The young lawyer who refused 3,000 ducats of me begged for the ring. അപ്പം എന്താണ് ആ യങ് ലോയർ 3,000 ഡക്കറ്റ്സ് ഞാൻ അയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അത് നിരാകരിച്ചിട്ട് അയാൾ ചോദിച്ചത് റിംഗ് ആണ്. വാട്ട് കുഡ് ഐ ഡു സ്വീറ്റ് പോർഷ്യ, ഞാൻ വേറെ എന്ത് ചെയ്യാനാണ് സ്വീറ്റ് പോർഷ്യ എന്നാണ് പറയുന്നത്. Hearing the quarrel between the couple, Antonio said, "Ha, I am the unhappy cause of these quarrels." അപ്പോൾ ഈ ഇടിപിടുത്തം കേൾക്കുമ്പോൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ, ദ ഫ്രഷ് കപ്പിൾ അല്ലേ, ന്യൂലി മാരിഡ് കപ്പിളാണ് അവർ. അവരുടെ ഈ ഇടിപിടുത്തം കേട്ടപ്പോൾ ആന്റോണിയോ പറയാണ് ഹാ അല്ലേ, എന്താണ് ഒരു സങ്കട സൗണ്ടാണ്. ഐ ആം ദ അൺഹാപ്പി കോസ്, ഞാനാണ് ഇവരുടെ ഇടയിൽ ഈ വഴക്കിന് കാരണം എന്ന് ആന്റോണിയോ പറയുകയാണ്. പോർഷ്യ കൺസോൾഡ് ആന്റോണിയോ നോട്ട് ടു ഗ്രീവ്. പോർഷ്യ കൺസോൾ ചെയ്തു, സമാധാനിപ്പിച്ചു. സങ്കടപ്പെടൊന്നും വേണ്ടെന്ന് ആന്റോണിയോനെ സമാധാനിപ്പിച്ചു. ദെൻ ആന്റോണിയോ സെഡ്, ഐ വൺസ് ഡിഡ് ലെൻഡ് മൈ ബോഡി ഫോർ ബസാനിയോസ് സേക്ക്. ഞാനൊരു പ്രാവശ്യം എൻ്റെ ശരീരം ബസാനിയോക്ക് വേണ്ടിയിട്ട് കടം കൊടുത്തതാണ്. ബട്ട് ഫോർ ഹിം ടു ഹൂം യുവർ ഹസ്ബൻഡ് ഗിവ് ദ റിംഗ് ഐ ഷുഡ് ഹാവ് നൗ ബീൻ ഡെഡ്. നിന്റെ ഭർത്താവ് മോതിരം കൊടുത്തതിന് പകരം ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. ഐ സ്വേ യുവർ ലോർഡ് വിൽ നെവർ മോർ ബ്രേക്ക് ഹിസ് വേർഡ് വിത്ത് യു. അപ്പോൾ ഇനി അവൻ വേറെ ഒരു വാക്കും, ഇപ്പോൾ ഓൾറെഡി കൊടുത്ത വാക്ക് തെറ്റിച്ചല്ലോ, മോതിരം വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടു അത് തെറ്റിച്ചു. ഇനി അവൻ ഒരു വാക്കും തെറ്റിക്കില്ലെന്ന് ഞാൻ വാക്ക് തരികയാണ് എന്ന് പറയുന്നു. ദെൻ യു ഷാൽ ബി ഹിസ് ഷ്യൂരിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ അവൻ്റെ ഷ്യൂരിറ്റി, എനിക്കൊരു ഒരു ഗ്യാരണ്ടി പോലെ നീ ആയിരിക്കണം എന്ന് സെഡ് പോർഷ്യ ടു ആന്റോണിയോ. അപ്പോൾ പോർഷ്യ ആന്റോണിയോനോട് പറയണം, നീ ആയിരിക്കണം ഗ്യാരണ്ടി അല്ലെ, ഉറപ്പ് തരണം എന്നുള്ള അർത്ഥത്തിൽ. Give him this ring and bid him keep it better than the other. അപ്പോൾ എന്നാൽ ഈ മോതിരം കൊടുത്തിട്ട് മറ്റേ മോതിരത്തിനേക്കാൾ ഇത് സൂക്ഷിച്ച് വെക്കണം എന്ന് പറയണം. സോ സെയിങ് ഷീ ഗേവ് എ റിംഗ് ടു ഹിം. അങ്ങനെ പറഞ്ഞിട്ട് ഒരു മോതിരം കൊടുക്കുകയാണ്. When Bassanio looked at the ring, he was strangely surprised to find it was the same he had given away. അപ്പോൾ ബസാനിയോ മോതിരം നോക്കിയപ്പോൾ, മോതിരം കണ്ടപ്പോൾ ബസാനിയോക്ക് മനസ്സിലായി, എന്താണ് വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു, എന്തായിരുന്നു കൊടുത്ത മോതിരം തന്നെ, ആ സെയിം മോതിരം തന്നെയാണ് ഈ മോതിരം. Then Portia told him how she had been the young counselor and Nerissa clerk. അപ്പോൾ പോർഷ്യ എല്ലാം റിവീൽ ചെയ്യാണ്, എങ്ങനെയാണ് യങ് കൗൺസിലറായിട്ട് വരികയും നെറീസ ക്ലർക്കായിട്ടൊക്കെ വരുന്നതും സത്യം പറയുന്നു. Portia then gave him a letter which contained the happy message of Antonio's ships supposed to be lost safely arriving in the harbor. അത് കഴിഞ്ഞ് പോർഷ്യ ഒരു ലെറ്റർ കൊടുക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആന്റോണിയോയുടെ ഷിപ്സ് ലോസ്റ്റായി പോയി, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഷിപ്പൊക്കെ സേഫായിട്ട് ഹാർബറിൽ എത്തുകയാണ് എന്നുള്ള മെസ്സേജ് ആയിരുന്നു അത്. ആ ലെറ്റർ കൊടുത്തു. So the tragical beginnings of the rich merchant story were all forgotten in this unexpected good fortune which followed. അപ്പോൾ എന്താണ്, അപ്പോൾ ട്രാജിക്കൽ ബിഗിനിങ് ആയിരുന്നല്ലേ സ്റ്റോറി ബിഗിൻ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ട്രാജഡി വന്നു ഓഫ് ദിസ് റിച്ച് മെർച്ചന്റ് സ്റ്റോറി. ആരാണ് ഇപ്പോൾ റിച്ച്? ആന്റോണിയോ ആണ് റിച്ച് മെർച്ചന്റ്. സ്റ്റോറി വെർ ഓൾ ഫോർഗോട്ടൺ ഇൻ ദിസ് അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ഫോർച്യൂൺ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗുഡ് ഫോർച്യൂൺ, വലിയൊരു ഭാഗ്യം വരെയാണ് which followed. There was leisure to laugh at the comical adventure of the ring and also at the husband who did not know his own wife. അതാണ് കോമിക്കൽ ക്ലാസിക് ട്രാജഡി എന്നുള്ള കാറ്റഗറിയിൽ ഇത് വരാൻ കാരണം. അവരെല്ലാവരും പിന്നെ പറഞ്ഞു ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, സ്വന്തം ഭാര്യ മുമ്പിൽ വന്ന് നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭർത്താവിൻ്റെ കഥ. ആക്ച്വലി വേഷം മാറി വന്നതാണ് അല്ലേ. സോ അഡ്വെഞ്ചർ ഓഫ് ദ റിംഗ് ആൻഡ് കോമിക്കൽ അഡ്വെഞ്ചർ ഓഫ് ദ റിംഗ്, ആ റിങ്ങിൻ്റെ അഡ്വെഞ്ചർ, റിങ് കൊടുക്കുന്നു, പറ്റിക്കപ്പെടുന്ന ആ ഒരു ഇത്, അതാണ് ആ കോമഡി വരുന്നത്. നമ്മുടെ ഈ ട്രാജിക് സ്റ്റോറിയിൽ ദ കോമഡി പാട്ട് എന്ന് വരുന്നത് ആ പാട്ടാണ്. ആൻഡ് ഓൾസോ ദ ഹസ്ബൻഡ് ഹു വുഡ് നോട്ട് നോ ഹിസ് ഓൺ വൈഫ് അല്ലേ, സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ പറ്റാത്ത ആ ഭർത്താവിൻ്റെ ഇതും പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ബിക്കംസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്യാണ് അല്ലേ. നമ്മുടെ സ്റ്റോറിയിൽ അതിമനോഹരമായ കുറേ സീക്വൻസസ് ഉണ്ട്. വില്യം ഷേക്സ്പിയറിൻ്റെ എഴുത്തിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത്
നമുക്ക് ആ ക്ലാസിക്കൽ ടച്ച് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാം ഉണ്ട്, മിസ് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. എന്തുണ്ട്? ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ക്രിക്കറ്റ്നെസ് ഉണ്ട്, വിസ്ഡം ഉണ്ട്, മേഴ്സി ഉണ്ട്, എവറിത്തിങ് എല്ലാം കടന്ന് പിന്നെ എന്താണ് ഹാപ്പി എൻഡിങ്ങും നമ്മുടെ സ്റ്റോറിക്ക് ഉണ്ട് ഇല്ലേ? അപ്പോൾ നല്ലൊരു സ്റ്റോറി അല്ലേ നമ്മൾ പഠിച്ചത്? ഇതിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാനായിട്ട് പറ്റില്ലേ? അത്രയും മനോഹരമായിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഒന്നും മനസ്സിലാവാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ബസാനിയോ അപ്രോച്ച് ആന്റോണിയോ? എന്തുകൊണ്ടാണ് ബസാനിയോ ആന്റോണിയോയെ സമീപിച്ചത്? ബസാനിയോ അപ്രോച്ച്ഡ് ആന്റോണിയോ ടു ബോറോ മണി ആസ് ഹി വാണ്ടഡ് ടു ഡ്രസ് ഹിംസെൽഫ് suitably and approach Portia, a rich heiress, as a suitor. Rich അല്ലേ? അപ്പോൾ പോർഷ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ബെൽമണ്ടിൽ പോകാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ് ആന്റോണിയോനെ അപ്രോച്ച് ചെയ്യുന്നത് ബസാനിയോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷൈലോക്ക് ഹേറ്റ് ആന്റോണിയോ? എന്തുകൊണ്ടാണ് ഷൈലോക്ക് ആന്റോണിയോ വെറുത്തത്? ബിക്കോസ് ആന്റോണിയോ യൂസ് ടു ലെൻഡ് മണി ടു ദ നീഡി പീപ്പിൾ വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്. ഒരു പലിശയും കൂടാതെ പൈസ അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ടായിരുന്നു ഷൈലോക്കിന് ആന്റോണിയോ ഇഷ്ടമില്ലാതിരുന്നത്. What were the conditions in the bond signed between Antonio and Shylock? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആന്റോണിയും ഷൈലോക്കും തമ്മിൽ ഒപ്പിട്ട ബോണ്ടിലെ വ്യവസ്ഥകൾ എന്തായിരുന്നു? If he didn't repay the money in time, he would forfeit a pound of flesh to be cut off from any part of his body. സമയത്ത് പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് ബോഡിയിൽ നിന്ന് എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഷൈലോക്കിനുണ്ടായിരിക്കും എന്നതാണ് ബോണ്ട് അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ, No, cried Bassanio. You shall run no such risk for me. What is the risk referred to here? വേണ്ട, ബസാനിയോ നിലവിളിച്ചു. താങ്കൾ എനിക്കായി അത്തരം അപകട സാധ്യതകൾ നേരിടരുത്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന അപകട സാധ്യത എന്താണ്? The risk is that Antonio may lose his life if he is unable to pay the debt. എന്താണ്? പൈസ തിരിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവന് തന്നെ ആപത്തുണ്ടാവും എന്നുള്ളതായിരുന്നു റിസ്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷൈലോക്ക് ഇൻസിസ്റ്റ് ഓൺ ഹാവിംഗ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ്? എന്തുകൊണ്ടാണ് ഒരു റാത്തൽ മാംസം മതി എന്ന് ഷൈലോക്ക് വാശി പിടിച്ചത്? പൗണ്ടിനെ പറയുന്നതാണ് കേട്ടോ. ഹി വാണ്ടഡ് ടു ടേക്ക് റിവെഞ്ച് ഓൺ ആന്റോണിയോ ഹൂം ഹി ഹേറ്റഡ്. ആന്റോണിയോയുടെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും വെറുത്തിരുന്ന ആന്റോണിയോനോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ മതി എന്ന് വാശി പിടിച്ചത്. സിക്സ്ത്, ഹിയറിംഗ് ദിസ് ഷൈലോക്ക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. വൈ വാസ് ഷൈലോക്ക് കൺഫ്യൂസ്ഡ്? ഇത് കേട്ട് ഷൈലോക്ക് ആകെ പരിഭ്രമിച്ച് ആശയക്കുഴപ്പത്തിലായി. എന്തുകൊണ്ടാണ് ഷൈലോക്ക് ആശയക്കുഴപ്പത്തിലായത്? ആൻസർ, ഇറ്റ് വാസ് അട്ടർലി ഇംപോസിബിൾ ഫോർ ഷൈലോക്ക് ടു കട്ട് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് വിത്തൗട്ട് ഷെഡിങ് ആന്റോണിയോസ് ബ്ലഡ്. ആന്റോണിയോയുടെ ബ്ലഡ് പോവാതെ ഫ്ലഷ് കട്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലല്ലോ. അത് കേട്ടപ്പോഴാണ് കൺഫ്യൂഷൻ ആയത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ യങ് ലോയർ ആസ്ക് ആസ് എ റിവാർഡ്? യുവ അഭിഭാഷകൻ പ്രതിഫലമായി എന്താണ് ചോദിച്ചത്? ദ യങ് ലോയർ വാണ്ടഡ് ബസാനിയോസ് റിംഗ് ദാറ്റ് വാസ് ഗിഫ്റ്റഡ് ടു ഹിം ബൈ ഹിസ് വൈഫ് പോർഷ്യ. ബസാനിയോയുടെ ഭാര്യ പോർഷ്യ ഗിഫ്റ്റ് കൊടുത്ത മോതിരാണ് റിവാർഡായിട്ട് ചോദിച്ചത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ പ്ലേ ബിക്കം എ കോമിക്കൽ അഡ്വഞ്ചർ അറ്റ് ദ എൻഡ്? എങ്ങനെയാണ് നാടകം അവസാനം ഒരു ഹാസ്യ സാഹസികതയായി മാറുന്നത്? The play becomes a comical adventure when Bassanio realizes that the young lawyer is his wife Portia in disguise. എന്താണ്? ഭാര്യ ലോയറായിട്ട് വന്നത് സ്വന്തം ഭാര്യയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അതൊരു കോമിക്കൽ അഡ്വഞ്ചർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിസ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അഡീഷണൽ ക്വസ്റ്റ്യൻസും ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്താൽ മതി. മിസ് ഈ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഒരു 15 എങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അതും കൂടാതെ അഡീഷണൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ബുക്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ലെറ്റ്സ് റീവിസിറ്റ്. അപ്പോൾ അത് ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ ഈ ചാപ്റ്ററിലില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ ലെറ്റ്സ് റീവിസിറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെറ്റ്സ് റീവിസിറ്റും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ദ ഫോളോയിങ് ഇവന്റ്സ് ആർ ഇൻ എ ജംബിൾഡ് ഓർഡർ, പുട്ട് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ ആസ് എ പാരഗ്രാഫ്. അപ്പോൾ കുറേ ഇവന്റ്സ് തന്നിട്ടുണ്ട്, ഒരു 6 ഇവന്റ്സ് തന്നിട്ടുണ്ട് സ്റ്റോറിയിൽ. അത് ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എ ആണ്, ഇനി ബി ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് ഓർഡറിലാക്കാം. നമുക്ക് ആദ്യം ഓർഡറില്ലാത്തത് വായിക്കാം. ഷൈലോക്ക് ലെൻസ് ആന്റോണിയോ 3000 ducats. Portia married Bassanio. Antonio failed to pay the debt. Shylock hated Antonio because he used to lend money without interest. Shylock wanted Antonio's flesh. Portia rescued Antonio from the punishment. അപ്പോൾ ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓർഡർ ആക്കാം. Shylock hated Antonio because he lent money without interest. Shylock lends Antonio 3000 ducats. Portia married Bassanio. Antonio failed to pay the debt. Shylock wanted Antonio's flesh.
പോർഷ്യ റെസ്ക്യൂഡ് ആന്റോണിയോ ഫ്രം ദ പണിഷ്മെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഓർഡർ. ഇത് പാരഗ്രാഫിലായിട്ട് എഴുതണം കേട്ടോ. ഇതിപ്പോൾ ഓർഡർ മാത്രമേ തന്നിട്ടുള്ളൂ, പാരഗ്രാഫിലായിട്ട് എഴുതണം. B ആണ് Portia arrived disguised as a young lawyer. Shylock was not ready to be merciful. The young lawyer saved the life of Antonio. Fourth എന്താണ് the day of the trial arrived. Fifth Antonio was prepared to die. Sixth the Duke pleaded with him to be kind. First എന്താണ് the day of the trial arrived. Shylock was not ready to be merciful ആണ് second വരിക. Third വരിക the Duke pleaded with him to be kind. Fourth വരുന്നത് Antonio was prepared to die. Fifth വരുന്നത് Portia arrived in the disguise of a young lawyer. Sixth, the young lawyer saved the life of Antonio. അപ്പോൾ ഇത്രയും ഇവൻസ് ഓർഡർ ആക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന എപ്പോഴും എക്സാംസിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ജംബിൾഡ് ഓർഡർ തരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇവൻസ് അറിഞ്ഞാൽ മാത്രമാണ് ആ ജംബിൾഡ് ഓർഡർ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഥ ഓൾറെഡി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ ഓർഡറൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കാം. എന്തൊക്കെയാണ് ആദ്യം സംഭവിച്ചത്, ലാസ്റ്റ് എന്താണ് വരുന്നതൊക്കെ ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾക്ക് സുന്ദരമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മുടെ സെഷൻ. എന്താണ് ദ മെർച്ചന്റ് ഓഫ് വെനീസ്. മെർച്ചന്റ് ഓഫ് വെനീസ് ആരായിരുന്നു? ആന്റോണിയോ ആയിരുന്നു. ആന്റോണിയോ, ബസാനിയോ, പോഷ്യ, നെറീസ, ഡൂക്ക്, ഷൈലോക്ക്, അങ്ങനെ കുറേ പേരുടെ ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ദാറ്റ് ടു ഓഫ് ഗ്രേറ്റ് റൈറ്റർ വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു പ്ലേ ആണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അപ്പോൾ അതിലെ സ്റ്റോറീസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇനി മിസ് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ.